സായി സാർ മൈക്ക് ഓണല്ല. സാജി സാർ മൈക്ക് ഓണല്ല. Okay. Good morning all of you. Good morning all of you. Assalamu alaikum. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഈ ഒരു ദിവസവും നമുക്ക് അനുവദിച്ചു തന്ന പ്രപഞ്ചനാഥനായ സർവേശനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഐഫ്ലേഴ്സ് എന്ന ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന സക്സസ് ബറി ഗ്ലോബൽ ഫൗണ്ടർ ഫാമിലി മനോജ് സർ ആൻഡ് ലത മാം വളരെയധികം കൃതജ്ഞതയുണ്ട് സർ. ഒപ്പം എൻ്റെ ലീഡേഴ്സ് ആൻഡ് അസോസിയേറ്റ്സിനും എൻ്റെ കൃതജ്ഞതയുടെ എന്നിവിടെ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുകയാണ്. എന്നിൽ നിക്ഷിപ്തമായ ദൗത്യം എന്നെ ഒന്ന് ആദ്യം പരിചയപ്പെടുത്താം. എൻ്റെ പേര് സാജിദ് ഫ്രം കണ്ണൂര്. കമ്പനിയിൽ വന്നിട്ട് ഒരു യാദൃശികമായി വന്നതല്ല, വളരെ ആലോചിച്ചുറച്ചു വന്നതാണ്. ഒരുപാട് കാലം 10-20 വർഷം പ്രവാസിയായി ജീവിച്ച് ഇന്നിവിടെ എന്തെങ്കിലും സ്ഥാപനം തുടങ്ങണമെന്ന പ്രതീക്ഷയോടെ ഇവിടെ വന്നു. പക്ഷെ ഇവിടുത്തെ ട്രഡീഷണൽ സ്ഥാപനങ്ങളുടെ നിരർത്ഥകത മനസ്സിലാക്കിയപ്പോൾ അന്താളിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ഈ ഒരു അവസരം ഒരു ദൈവദൂതനെ പോലെ മുഹമ്മദ് സാർ എന്ന വ്യക്തിയിലൂടെ എന്നിലൂടെ എത്തിയത്. ഇന്നിവിടെ ഞാൻ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരുപാട് ലീഡേഴ്സിനെ ഹോൾഡ് ചെയ്യുന്നു. 10-15 ലക്ഷത്തോളം ബിസിനസ് കവർ ചെയ്തുകൊണ്ട് ATC DTC എന്നീ റാങ്കുകളിലേക്കൊക്കെ വളരെ ഫാസ്റ്റായി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എന്നിൽ നിക്ഷിപ്തമായ ദൗത്യം ഇന്നിവിടെ MC ചെയ്യുക എന്നതാണ്. എന്നാൽ ഇന്ന് അതെന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു മുഹൂർത്തമായി ഞാൻ കാണുകയാണ്. എന്താണെന്നല്ലേ, ഓൾ ഓവർ ഇന്ത്യയിൽ തന്റെ അക്കാദമിക്കൽ ഇന്റലിജൻസ് കൊണ്ട് ഒരുപാട് ഭാഷകളും വിഷയങ്ങളും കൈകാര്യം ചെയ്ത് ഒരുപാട് സ്ഥാപനങ്ങളുടെ ഹെഡായി വർക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് പേർക്ക് വിജ്ഞാനം പകർന്നുകൊണ്ട് ബാബ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങളിൽ ഹെഡായി വർക്ക് ചെയ്ത് മിന്നിത്തിളങ്ങുന്ന അവസരത്തിൽ MI ലൈഫിന്റെ അവസരം കേട്ടപ്പോഴുണ്ടായ തിരിച്ചറിവ് നദി തിരിച്ചൊഴുകാൻ തുടങ്ങി. അതെ, ഇസ്മായിൽ സർ എന്ന മഹാത്ഭുതം തന്റെ അറിവിന്റെ ആവനാഴിയിലെ സർവ്വ അസ്ത്രങ്ങളും തന്റെ കൂടെയുള്ളവരുടെ വിജയത്തിന് വേണ്ടി നിർലോഭം പ്രയോഗിക്കുന്ന കമ്പനിയുടെ ഏറ്റവും ഉയർന്ന റാങ്കായ ക്രൗൺ അംബാസഡർ പദവി ലക്ഷ്യം വെച്ച് ഇന്ന് NTCയിൽ വളരെ പവർഫുള്ളായി കുതിച്ചുകൊണ്ടിരിക്കുന്ന നെറ്റ്വർക്ക് ചരിത്രത്തിലെ ഇതിഹാസമായ ഇസ്മായിൽ സാറിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. പ്ലീസ് വെൽക്കം ടു ദ സ്ക്രീൻ മിസ്റ്റർ ഇസ്മായിൽ സാർ. Thank you. Happy and lovely morning. What a wonderful kind of introduction and really very powerful punching lines and also really proud of you, great Sajid sir. ഇതുപോലെയുള്ള നമ്മൾ ഉദിച്ചു വരുന്ന താരങ്ങൾ, ദ റൈസിങ് സ്റ്റാർസ് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റും. ഇനിയും ഭാവിയിലേക്ക് ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് പ്രതീക്ഷയാകാനും അതേപോലെ തന്നെ എന്താ പറയുക, ആയുരാരോഗ്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പാഠങ്ങൾ ഭൂമുഖത്ത് സന്നിവേശിപ്പിക്കാനും ഒരു വലിയ ബ്ലസ്ഡ് ലൈഫ് കിട്ടിയ ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. സോ ഐ റിയലി വൺസ് അഗൈൻ കൺഗ്രാജുലേറ്റ് ഗ്രേറ്റ് സാജി സാർ ഫോർ ദിസ് വണ്ടർഫുൾ കൈൻഡ് ഓഫ് വേർഡ്സ് and whatever he had said about me and all other about the industry may be manifested very soon inshallah. അതെല്ലാം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. And also good morning all of you. നല്ല നമസ്കാരം, നമസ്കാർ ആൻഡ് സലാം, ആദാബ്, സബ്കോ ദിൽ സെ ധന്യവാദ്. അസ്സലാമു അലൈക്കും. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് രാവിലെ നിങ്ങളെല്ലാവരെയും ഈ സ്ക്രീനിൽ കാണാൻ പറ്റിയതിലും. സാജി സാറ് പറഞ്ഞ പോലെ തന്നെ ദിസ് എ വണ്ടർഫുൾ ഗുഡ് മോർണിംഗ്. നമ്മൾ ജീവിതത്തിൽ അത് വിശ്വസിച്ച് പറഞ്ഞാൽ അത് വണ്ടർഫുള്ളാണ്. അതല്ലാതെ നമ്മളൊരു ഉറക്കം മട്ടത്തിൽ പറഞ്ഞാൽ അത് ദിസ് ഈസ് വണ്ടർഫുൾ മോർണിംഗ്. പക്ഷേ എന്ത് പണ്ടാടങ്ങിയത് ഇങ്ങനെ പറഞ്ഞാലോ അത് അങ്ങനെയാണ്. സോ വാട്ട് ഈസ് യുവർ മൈൻഡ് സെറ്റ് ഈസ് ദ മെയിൻ ക്വസ്റ്റ്യൻ. എന്താണ് നമ്മളിത് പറയുന്ന സമയത്തുണ്ടായ ആ ചിന്താധാര, അതിൽ നിന്നാണ് ഇത് വണ്ടർഫുൾ ആണോ ഹാപ്പി മോർണിംഗ് ആണോ എന്നൊക്കെ പറയുന്നത്. ഹാപ്പി മോർണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം ഹാപ്പി ആവണം എന്നാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാ ഹാപ്പിനെസ്സും സാഡ്നെസ്സും ഒക്കെ നമ്മൾ മൈൻഡ് സെറ്റ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ. അല്ലാതെ ഹാപ്പി എന്ന് പറയുന്നൊരു സാധനം അങ്ങനെ തന്നെയുണ്ടോ? അതുകൊണ്ട് കഴിച്ചാൽ ഹാപ്പി ആകും, ഈ ഒരു സാധനം തിന്നാൽ അപ്പം ടെൻഷൻ, അങ്ങനത്തെ ഒരു സാധനം ഇല്ലല്ലോ.
വാട്ട് എവർ നമ്മുടെ മൈൻഡിൻ്റെ ആറ്റിറ്റ്യൂഡ് സിസ്റ്റം അതനുസരിച്ചാണ്. അപ്പോൾ അതൊരു ലെവലിൽ നിർത്തുക, ഹാപ്പിനെസ്സിൽ നിർത്തുക. എല്ലാവർക്കും ഹൃദ്യമായ ഭാഷയിൽ ഹൈ ഫ്ലൈസ് മീറ്റിങ്ങിലേക്ക് സ്വാഗതം. എല്ലാ രാവിലെയും അതിരാവിലെ എന്താ പറയുക, നമ്മളുടെ കാലി ബ്രെയിനിലേക്ക്, ഫ്രീ ആയ എംപ്റ്റി മൈൻഡിലേക്ക് ആദ്യം തന്നെ മോട്ടിവേഷൻ, അതേപോലെ തന്നെ ഒരു വലിയ ചിന്തയും, ഉണരാനും പറക്കാനും അതേപോലെ തന്നെ വളരാനും നമുക്ക് പറ്റുന്ന വലിയ വലിയ നല്ല ചിന്താധാരകളും ഐഡിയാസും നമുക്ക് സന്നിവേശിപ്പിച്ച് ഇതിൻ്റെ ഹെഡ് ചെയ്യുന്ന നമ്മുടെ സക്സസ് ബ്രേ ഗ്ലോബലിനെയും അതേപോലെ തന്നെ ഫൗണ്ടർ ഫാമിലിയെയും വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. സെയിം ടൈം തന്നെ ഈ മഹത്തായ ദിവ്യ വിളക്ക് എന്നിലേക്ക് എത്തിച്ച എൻ്റെ മെൻറ്ററും ലീഡറും സ്പോൺസറുമായ മിസ്റ്റർ ഷുഐബ് സാർ ഫ്രം ചെറുമുക്ക് വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ആൻഡ് എൻറ്റയർ മൈ സക്സസ് പാർട്ട്നേഴ്സ്, എസ്പെഷ്യലി എന്നെ ഞാനാക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ടീം മെമ്പേഴ്സ്, ദേ ആർ മൈ റിയൽ എൻജിൻ റൂംസ്. അവരാണ് എന്തിനും ഏതിനും സാറ് മുന്നിൽ നിന്ന് പടം നയിച്ചോ, ഞങ്ങൾ പിറകിലുണ്ടെന്ന് പറയുന്ന ആ ധൈര്യം കാണിച്ച ഞാൻ ട്രില്യനേഴ്സ് അക്കാഡമി ഗ്ലോബൽ എന്ന് പേരിട്ട് വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും വളരെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. സോ സാജിദ് സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ ഒരുപാടൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നത് സത്യമാണ്. ആക്ച്വലി നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കാം, നമ്മൾ ഇന്നും സ്റ്റിൽ അലൈവായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് വി ഹാവ് ടു ഡു ദാറ്റ്. നമ്മൾ ഇന്നേ വരെ ഈ സെക്കൻഡ് വരെ ചെയ്യാത്ത എന്തൊക്കെയോ ചെയ്യാനുണ്ടായതുകൊണ്ടല്ലേ ഇന്നും നമ്മൾ അലൈവായിട്ട് ആക്റ്റീവായിട്ട് ഈ സ്ക്രീനിലെത്തിയത് അല്ലെങ്കിൽ ഭൂമുഖത്തെത്തിയതും. ഇതിൻ്റെ ഒരു ശരിക്കുള്ള സിനാരിയോ നമ്മൾ നോക്കിയാൽ ആ ഒരു സത്യം നമുക്ക് മനസ്സിലാകുന്നതാണ്. കാര്യം ദൈവം ഈ ഭൂമുഖം എന്ന് പറയുന്ന കളിഗ്രൗണ്ടിൽ നിന്ന് പല ആളുകൾക്കും ആ ചോപ്പ് കാർഡ് കാണിച്ചപ്പോൾ നമ്മളെ വീണ്ടും കളിക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ഗോൾ നേടാൻ നമുക്കുണ്ട് എന്നതാണ്, അല്ലെങ്കിൽ കോച്ച് തിരിച്ചു വിളിക്കുന്നതാണ്. സോ വി ഹാവ് ടു ഡു സംതിങ് വെരി പവർഫുൾ. അതുകൊണ്ട് തന്നെയാണ് ഇത്യാദി ചർച്ചയ്ക്കും നമ്മൾ ഇരുന്നത്. ഒരു പക്ഷേ നമ്മളുടെ ടീമിൽ തന്നെ പല ആൾക്കാരും ഇന്ന് രാവിലെ ഐ ഫ്ലൈസിന് ഇരുന്നിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന് മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യ കാരണങ്ങളുള്ളവരുണ്ടായിരിക്കാം. പക്ഷേ സ്റ്റിൽ ഐ ആം ഹിയർ എന്ന് പറയുമ്പോൾ വൈ എന്നത് നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യണം. ബിക്കോസ് ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെ എന്ത് മീറ്റിംഗ് സംഭവിക്കുന്നുണ്ടെങ്കിലും ദ റിയൽ പ്ലാനർ ഈസ് ദ ഗോഡ്. അത് മേലത്തെ സുപ്രീം പവറാണ്. അദ്ദേഹത്തിന് നമ്മളെ കണ്ടെന്തോ കാരണമുണ്ട് ഇതിനകത്ത്. സോ അതെന്താണെന്ന് തേടി വേണം ഇത് പോലുള്ള ക്ലാസ്സുകളിൽ ഇരിക്കാനും. അല്ലാതെ നമ്മൾ കേൾക്കാൻ വേണ്ടി കേൾക്കുകയും ലീഡർമാരെ ബോധിപ്പിക്കാൻ വേണ്ടി കേൾക്കുകയും ചെയ്യുന്നിടത്താണ് പരാജയം. സോ ആക്ച്വലി ഞാൻ എൻ്റെ മാറ്ററിലേക്ക് വരികയാണെന്ന് സ്ലൈഡ് വെച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ബട്ട് ഞാൻ തീരുമാനം ഇന്ന് രാവിലെ മാറ്റി. കാരണം വെച്ചാൽ ആ സ്ലൈഡ് നോക്കുമ്പോൾ ഒരുപാട് സ്ലൈഡ് ഉണ്ട്. അത് സ്കിപ്പപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഒരു 70-ഓളം സ്ലൈഡ് ഉണ്ടാവും. അത് പറഞ്ഞു തീർക്കാൻ 40 മിനിറ്റ് മതിയാകാതെയും വരും. അപ്പോൾ ഞാൻ സബ്ജക്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് ഇൻഷാ അല്ലാഹ് അതിനെ ഒന്നും കൂടി സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഞാൻ നല്ല ഒരു സബ്ജക്റ്റ് തന്നെയാണ് അത് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് സാധനങ്ങൾ, കുറച്ച് ജനറലായ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായതുകൊണ്ടാണ് ഞാൻ വിത്തൗട്ട് സ്ലൈഡ് ഐ ആം ഇൻ ഫ്രണ്ട് ഓഫ് യു. സോ വെൽക്കം ടു ഹൈ ഫ്ലൈസ് മീറ്റ്. ഹൈ ഫ്ലൈസ് അപ്പോൾ അതും തന്നെ എന്താണ്, ഉന്നതങ്ങളിൽ വിരാജിക്കുന്നവർ എന്നാണ് നമ്മളെപ്പോഴും പറയാറുണ്ട്. നെഹി തേര നഷീമൻ കസ്ര സുൽത്താനി കെ ഗുംബദ് पर तो ഷാഹീൻ ഹെ ബസേരാ കർ പഹാഡോं की ചട്ടാനോं पर പറയാറുണ്ട്. ആശയം ഇതാണ്, നമ്മുടെ എന്താ പറയുക, പേർഷ്യൻ കാവ്യലോകത്തിൻ്റെ ചിന്താധാരകൾ ഉറുദു ഭാഷ്യത്തിലേക്ക് പറിച്ചു നട്ട് ഇന്ത്യയുടെ ആത്മാവായ കാവ്യലോകത്തിന് ജന്മം നൽകിയ ഇക്ബാലിയൻ ശൈലിയിൽ പറയുന്ന വരികളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നെഹി തേര നഷീമൻ കസ്ര സുൽത്താനി കി ഗുംബദ് पर तो ഷാഹീൻ ഹെ, നീ രാജകിളിയാണ്, ഷാഹീനാണ്, നീ ഷാഹീൻ പക്ഷിയാണ്. ബസേരാക്കർ, നീ ജന്മം കൊള്ളേണ്ടത്, താമസിക്കേണ്ടത് പഹാഡോं की ചട്ടാനോं पर, അമ്പരച്ചുംബികളായി നിൽക്കുന്ന പർവ്വത ശിഖരങ്ങളിൽ വിരാജിക്കേണ്ടവനാണ് മനുഷ്യ. നീ ഏതെങ്കിലും ഒരു മൂലയിൽ തളർന്ന് നിൽക്കേണ്ടവനല്ല എന്ന് കാവ്യലോകം പറയുന്ന ആശയം ഇതാണ്. നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. സ്കൈ ഈസ് ദ ലിമിറ്റ്. അങ്ങനെ തന്നെ ചിന്തിക്കണം. ഈ ഭൂമിയിലേക്ക് ഒരു മിഷൻ്റെ പിറകിലാണ് യു ആർ ഹിയർ. ആ മിഷൻ എന്തെന്ന് കണ്ടെത്തിയുള്ള യാത്രയാണ് ജീവിതം എന്ന് പറയുന്നത്. സോ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അത് കണ്ടെത്താൻ പറ്റും. അല്ലാതെ ഒരു വേസ്റ്റ് ലൈഫാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ യു ഗെറ്റ് വാട്ട് എവർ യു ആർ സെർച്ചിങ്. സോ നമ്മളെപ്പോഴും ചിന്തിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തിന് എന്തൊക്കെയോ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. അല്ലെങ്കിൽ ഒരു ജീവിയായി ജന്മം കൊണ്ടിരുന്നെങ്കിൽ കാക്കയായോ പറവയായോ ഇരികാലികളായോ ജന്മം കൊള്ളുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ മൃഗമായിട്ട് ജന്മം കൊള്ളുമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ പവർഫുൾ യുണീക്ക് ക്രിയേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സാണ്, മനുഷ്യരാശിയാണ്. അങ്ങനെ ഞാൻ ജന്മം കൊണ്ടിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് ടു ഡു സംതിങ്. ആ സാധനത്തെ തേടിയുള്ള യാത്രയാണ് ജീവിതത്തിൻ്റെ മാധുര്യം എന്ന് പറയുന്നത്. സോ ആക്ച്വലി നമ്മൾക്കൊരു ബിസിനസ്സിൻ്റെ പാർട്ടായിട്ട് വന്നതാണ്. അവിടെയാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്. നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ബിസിനസ്സാണ്.
അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്തൊരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് ബിഗിനർ മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഈസ് എ ബിസിനസ്. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു ബിസിനസ് ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നതാണ് ഇതിൽ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത്. ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുവരെ പല ഗൾഫുകാരനായിരിക്കുക, NRIക്കാരനായിരിക്കുക, അതല്ലെങ്കിൽ നമ്മളുടെ ടീച്ചറായിരിക്കുക, ട്രെയിനറായിരിക്കുക, പ്രൊഫസറായിരിക്കുക, നാടനായിരിക്കുക, കൂലിവേലയായിരിക്കുക, വാട്ടവർ, നമ്മളുടെ ഇന്നലെയുടെ ലൈഫ് വാട്ടവർ എന്തോ ആവട്ടെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്, ലെറ്റ് ബൈഗോൺ ബി ബൈഗോൺ, അത് പോട്ടെ. പക്ഷേ നമ്മൾക്ക് ഇനി ഫ്യൂച്ചറിലേക്കുള്ളൊരു യാത്ര ഒരു പുതിയ വണ്ടിയിലാണ്. ആ വണ്ടിക്കനുസരിച്ച് ഞാൻ സെറ്റാകുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സോ നമ്മളൊക്കെ പണ്ട് കാലത്ത് ഈ ബിസിനസ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയാറുണ്ട്, എന്താ പറയുക, ESൽ നിന്ന് BAയിലേക്ക്. ആരാണ് ES നിന്ന് BAയിലേക്ക് മാറുന്നത്? നമ്മൾ വിചാരിക്കുന്നുണ്ട് പേന കൊണ്ട് ഇങ്ങനെ ചിത്രം വരച്ച് അതേപോലെ തന്നെ ES BA എന്നൊക്കെ എഴുതി ഇവിടുന്ന് ഇങ്ങോട്ട് മാറലാണ്. ആരാ മാറുന്നത്? വാട്ട് ഈസ് ദാറ്റ് ചേഞ്ച്? ESലെ ചിന്താധാര തന്നെയാണ് നിനക്ക് BAയിലുമെങ്കിൽ ഇറ്റ് മീൻസ് നമുക്ക് അങ്ങനെയെങ്കിൽ നമ്മൾ മാറിയിട്ടൊന്നുമില്ല. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ചർച്ച ചെയ്തു പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ലേൺ മോർ ഏൺ മോർ, അതാണ് ആദ്യത്തെ നിയമം. അതായത് നമ്മൾ ചിലതൊക്കെ പുതിയത് പഠിക്കാനുണ്ട്. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഇതുവരെ നിന്ന പ്രവർത്തനത്തിൽ നിന്ന് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് നടക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ലേണിംഗ് ആണ്. ഈ ലേണിംഗ് സോൺ എന്ന് പറയുന്ന സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാതെ എനിക്ക് ഇതുവരെ അറിയുന്ന അതേ സാധനം വെച്ച് ഞാൻ ഈ സമൂഹത്തെ വഹിക്കുമെന്ന് പറയുന്നത് തെറ്റാണ്. ബിക്കോസ് നമ്മളൊരു ഗ്ലോബൽ പ്രൊജക്റ്റിൻ്റെ പാർട്ടാണ്. ഗ്ലോബൽ, നോട്ട് പഞ്ചായത്ത് ലെവൽ, നോട്ട് ഓഫീസ് റൂം ലെവൽ. ഒരു നാൽച്ചുവരിൻ്റെ ഉള്ളിലെ ഫാനിൻ്റെ ചോട്ടിലിരുന്ന് വർക്ക് ചെയ്ത വ്യക്തി ഈ ബിസിനസ്സിലേക്ക് ഒപ്പ് ചാർത്തുമ്പോൾ ചിന്തിക്കണം, ഒരു ഗ്ലോബൽ മിഷൻ്റെ പാർട്ടാണ് ഞാൻ. ഈ ചിന്താധാര മതിയാകില്ല. ഇക്കണ്ട 4 ഫയലുകളോ അതല്ലെങ്കിൽ ഞാൻ കാണുന്ന ദിനേന കാണുന്ന സമൂഹമോ അതല്ലെങ്കിൽ വർക്കിംഗ് സിനാരിയോ അല്ല എനിക്ക് വരാനുള്ളത്. അപ്പോൾ ആ ഒരു ചിന്താധാരയിലേക്ക് സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഞാൻ സ്റ്റഡി ചെയ്യേണ്ടത്? ലേൺ മോർ ഏൺ മോർ. ഇവിടെ ആദ്യം വേണ്ടത് നമ്മൾ ഏത് വിഷയത്തിലേക്ക് കടക്കുമ്പോഴും പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തന്നെ അതൊരു പീപ്പിൾ ബിൽഡിംഗ് കൺസെപ്റ്റാണ്. അത് നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണ്, അത് പഠിക്കണം. ജനങ്ങളെ അസോസിയേറ്റ് ചെയ്യൽ പഠിക്കണം. ഡ്രീം ബിൽഡിംഗ് ആണ്, പഠിക്കണം. എവറിത്തിങ് ഒക്കെ പഠിക്കാനുള്ളതാണ്. പക്ഷേ എബവ് ഓൾ, എല്ലാത്തിനും അപ്പുറത്തേക്ക് ദിസ് എ പീപ്പിൾ ബിൽഡിംഗ് കൺസെപ്റ്റ്. മനുഷ്യരാശിയെ ബിൽഡ് ചെയ്യണം. അവിടെ ആദ്യം തിരിച്ചറിയണത് ഈസ് ദ മോസ്റ്റ് ടഫസ്റ്റ് ജോബ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും രസകരവും റിസ്ക് നിറഞ്ഞതുമായിരിക്കുന്ന പ്രോജക്റ്റാണ് പീപ്പിൾ ബിൽഡിങ്. വളരെ രസകരമാണ്, കാരണം പീപ്പിളിനെയാണ് ബിൽഡ് ചെയ്യുന്നത്. ലോകത്തെപ്പോഴും ചൈനീസ് വാക്യങ്ങളിലൊക്കെ പറയപ്പെടാറുള്ളതായിട്ട് കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് താൽക്കാലികമായിട്ടൊരു 6 മാസം കൊണ്ടുള്ള ബെനിഫിറ്റ് വേണമെങ്കിൽ നീ ഒരു തൈ നട്ടോ, അതേപോലെ തന്നെ നിനക്ക് ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ ഇന്നേ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആ വരി വരുന്നത് ഇതാണ്, നിനക്ക് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ഇങ്ങനെ ആ യുഗങ്ങൾക്കപ്പുറത്തേക്ക് നിനക്ക് ബെനിഫിറ്റ് വേണമെന്നതാണെങ്കിൽ നീ മനുഷ്യനെ നട്ടോ എന്നാണ് പറയുന്നത്. കാരണം അത്രയും പവർഫുള്ളാണ് പീപ്പിൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രോസസ്സിങ് ഒരു എൻഡ്ലെസ് പ്രോസസ്സാണ്. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഞാനിപ്പോൾ റാങ്ക് NTCI ITCI ഡയമണ്ടായി ഞാൻ ഇപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു. നെവർ എവർ. അതൊരു എൻഡ്ലെസ് പ്രോസസ്സാണ്. കാര്യം നമുക്ക് ഓരോ യുഗങ്ങളിലും വ്യത്യസ്ത ചിന്താധാരയുള്ള മനുഷ്യനാണ് എന്ന് മാത്രമല്ല, ഇതേ യുഗത്തിലെ മനുഷ്യൻ 2022 മനുഷ്യൻ ജനുവരി 1 സ്വഭാവമല്ല ജനുവരി 2. അതിൻ്റെ അപ്പുറത്തേക്ക് ജനുവരി 1 രാവിലെ സ്വഭാവമല്ല ഉച്ചക്ക്. അപ്പോൾ ഇയാളെ ഡീൽ ചെയ്യാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് ചിന്താധാരയുള്ള മനുഷ്യനായിരിക്കണം. അപ്പോൾ ഒരു എൻഡ്ലെസ് പ്രോസസ്സാണ്. അപ്പോൾ ജീവിതത്തിൽ ശരിക്കും നമ്മൾ പ്ലാൻ കൊടുക്കുന്ന സമയത്ത് ശരിക്കും മനസ്സിലാക്കുക, ഞാൻ വലിയ തറവാട്ടേരനാണ്, പക്ഷേ ഒരു സാധാ കൂരയിൽ പ്ലാൻ കൊടുക്കാൻ കയറാൻ എനിക്കുള്ള ചിന്താധാര എങ്ങനെയാണ്? എൻ്റെ ജാതി വേറെയാണ്, മതം വേറെയാണ്, എൻ്റെ ലൈഫ് എന്താ പറയുക ആറ്റിറ്റ്യൂഡുകൾ അല്ലെങ്കിൽ എൻ്റേതായിരിക്കുന്ന എനർജി ലെവൽ ഫ്രീക്വൻസി ലെവലൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കാം. വാട്ടവർ എന്തൊക്കെയാണെങ്കിലും താഴെ തട്ടിലേക്ക് പോകാനും മേലെ തട്ടിലേക്ക് പോകാനും നിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? ഇതൊരു ചോദ്യമാണ്. അങ്ങനെ ഞാൻ എന്നെ ശരിക്ക് അടച്ചു വിരിയിച്ചെടുത്ത് വാർത്തെടുക്കുന്ന ഒരു ഇൻക്യുബേറ്റർ പൊസിഷനാണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ്, ഒരു കൾച്ചറാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്തുള്ളത്. അവിടെ ഒരു ലീഡർ എന്നുള്ളതിലേക്ക് നിങ്ങൾക്ക് 4 പ്രധാന 4 ബേസിക്സ് ഓഫ് ആൻ അൾട്രാ ലക്ഷറി സക്സസ്. ഏതൊക്കെയാണ് 4 ബേസിക്കായ കാര്യങ്ങൾ? ഫസ്റ്റ് വൺ, യു മസ്റ്റ് ഹാവ് എ വിഷൻ. നല്ലൊരു വിഷൻ ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, ആ വിഷനെ സഹായിക്കുന്ന ഒരു മിഷൻ ഉണ്ടായിരിക്കണം. ദെൻ ദ തേർഡ് വൺ, ഈ എടുത്ത തീരുമാനത്തിൽ നിനക്ക് പാഷൻ ഉണ്ടായിരിക്കണം. 4മത്തെ ഒന്ന്, ഈ 3 സാധനം വെച്ചൊരു മൂലയിരിക്കരുത്, അതിന് ആക്ഷൻ എടുക്കണം. സോ 4, the 4 basics of an ultra luxury success is these 4 basics matters. First one is the vision, next one the mission, and third one is the passion, and the fourth one is the action. അതായത്
നിനക്ക് നല്ലൊരു വിഷൻ, ഇതുവരെ കാണാൻ പറ്റാത്ത വിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഉൾക്കാഴ്ച. എന്താ അതിനർത്ഥം? അതിന് ഉള്ളുകൊണ്ടേ കാഴ്ചയുള്ളൂ, പുറത്ത് കാഴ്ചയില്ല. ആരും കാണാത്തതെന്തോ നീ കണ്ടു. പണ്ടേതോ നടി പറഞ്ഞ പോലെ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ. അങ്ങനത്തെ എന്തെങ്കിലും ബിസിനസ്സിനകത്ത് കണ്ടോ ഇല്ലേ? നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കുക. ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ലീഡർമാർക്കും ഒരു വിഷൻ ഉണ്ടായിരിക്കുക. നിനക്കെന്ത് വിഷൻ? ഈ ലോകത്ത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്നാണ്. നമുക്ക് നമ്മളുടെ സമയം കൊണ്ട്, ജീവിതം കൊണ്ട് ഒരു പ്ലാൻ ഉണ്ടായില്ലെങ്കിൽ, നമ്മുടെ ഒരു യൂണിവേഴ്സൽ സക്സസ് ഉണ്ടാക്കിയ ദ മിസ് യൂണിവേഴ്സ് അവാർഡ് വാങ്ങിച്ച ഒരു വലിയ ഹീറോയിൻ, ബോളിവുഡ് നടിയായിരിക്കുന്ന സുസ്മിത സെൻ പറഞ്ഞൊരു വരിയിൽ ഞാൻ ഓർക്കുന്നുണ്ട്. എന്താ പറയുക, ഇസ് ദുനിയാക്ക ഐസേക്ക് ഉസൂൽ ഹെ ദസ്തൂർ. ഈ ലോകത്തിനൊരു നിയമമുണ്ട്. ആ നിയമത്തിന് സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമയം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ഐഡിയ കൊണ്ട് ഞാൻ എൻ്റേതായ റൂട്ട് മാപ്പ് പണിത് വെച്ചിട്ടില്ലെങ്കിൽ ഈ ലോകത്തിനൊരു സിസ്റ്റം ഉണ്ട്, അത് സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കില്ല എന്നാണ്. എന്താ സ്റ്റാഗ്നൻ്റായി നിൽക്കുക? ആരും ഒന്നും ചെയ്യാതെ നിൽക്കുക, അങ്ങനത്തെ ഒരു സാധനം ഇല്ല എന്നാണ്. നമ്മുടെ സമയം കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട്, കഴിവ് കൊണ്ട് എനിക്ക് എൻ്റേതായ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട് ആരാൻക്കൊരു പ്ലാൻ ഉണ്ടാകും. അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ലോകമാണ്. ദാറ്റ് ഈസ് ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സൽ തിയറിയിൽ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ കഴിവ് കൊണ്ട്, സമയം കൊണ്ട് എനിക്ക് എൻ്റേതായ ഒരു ഡ്രീം ഉണ്ടാവണം, മസ്റ്റാണ്. ഇല്ലെങ്കിൽ നമ്മളെ വെച്ച് ആരാൻ്റെ ഡ്രീമിന് വേണ്ടി അവൻ നമ്മളെ ഉപയോഗിക്കും. അപ്പോൾ ഈ ലോകത്തൊരിക്കലും എനിക്ക് ഏതായാലും സ്വപ്നമില്ല, ആരാൻ്റെ സ്വപ്നത്തിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വരി തെറ്റാണ്. നിങ്ങളുടെ ലൈഫ് കൊണ്ട് നിങ്ങൾക്കൊരു സ്വപ്നം വേണം. സോ ദിസ് ബിസിനസ് സ്റ്റാർട്ട്സ് ഫ്രം എ മിഷൻ ആൻഡ് എ ഡ്രീം, പവർഫുൾ ഡ്രീം. സോ നിർബന്ധമായിട്ട് നമ്മൾ വേണ്ടത് എന്തൊക്കെയാണ്? ഇതിൽ വിഷനും മിഷനും വെച്ച് നമ്മൾ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ബിസിനസ് ആദ്യം കിട്ടിയതൊരു ബൈ ചാൻസ് ആയിരിക്കും. എന്താ ബൈ ചാൻസ്? കൂട്ടുകാരൻ്റെ ലിസ്റ്റിൽ വന്നത്, പരിചയക്കാരോ പരിചയപ്പെടുത്തിയത്, മനമില്ലാ മനസ്സോടെ സ്വീകരിച്ചത്, അതല്ലെങ്കിൽ ഉന്തി തള്ളിക്കൊണ്ടെന്നപ്പോൾ കണ്ണും ചുമ്പി ഒപ്പിട്ടത്, എന്തോ ആവട്ടെ, ഒക്കെ ബൈ ചാൻസാണ്. പക്ഷേ ഇനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ബൈ ചോയ്സ്. ഇതാണ് ഞാൻ അന്വേഷിച്ച് നടന്നത്, എനിക്ക് ലൈഫിൽ വേണ്ട ആ ഡ്രീം ഇതിനകത്ത് ഞാൻ കാണുന്നുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ച് തുടങ്ങുമ്പോഴാണ്. ജീവിതത്തിൽ എപ്പോഴും തിരിച്ചറിയേണ്ടത്, ആദ്യം നമ്മൾക്ക് സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഞാൻ ബിസിനസ് തുടങ്ങുന്നതും ബൈ ചോയ്സ് ആയിട്ട് ബിസിനസ് തുടങ്ങുമ്പോഴാണ്, ബൈ ചാൻസ് ആയിട്ടല്ല. നിങ്ങളെ രജിസ്ട്രേഷൻ, നമ്മളെ രജിസ്ട്രേഷനകത്ത് ബൈ ചാൻസ് ആയിരിക്കുക, പക്ഷേ ബൈ ചോയ്സിലേക്ക് ഇതിലേക്ക് മാറണം. ഞാനിതാ ഇതിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ദിസ് മൈ ചോയ്സ്, ഞാൻ ഇതിനെ തിരഞ്ഞെടുത്തു. നമ്മൾ ABCD പറയുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, എ എന്ന് പറയുന്ന ഒരു മനുഷ്യന് ബി എന്ന് പറയുന്ന ബർത്തിൽ നിന്ന് ഡി എന്ന് പറയുന്ന ഡെത്തിലേക്ക് പോകുമ്പോൾ സി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ദാറ്റ് ഈസ് ചോയ്സ്. ഈ ചോയ്സിനെയാണ് ലൈഫ് എന്ന് വിളിക്കുക. അതായത് ABCD. അതിൽ എ എന്നത് എ പേഴ്സൺ, അല്ലെങ്കിൽ ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയാണ്. ബി സ്റ്റാൻഡ്സ് ഫോർ ദ ബർത്ത്, ആൻഡ് സി സ്റ്റാൻഡ്സ് ഫോർ ദ ചോയ്സ്, ആൻഡ് ഡി സ്റ്റാൻഡ്സ് ഫോർ ദ ഡെത്ത്. സോ ബിയിൽ നിന്ന് ഡിയിലേക്കുള്ള യാത്ര നടുവിലൊരു അക്ഷരമുണ്ട്, അതിൻ്റെ പേര് സി എന്നാണ്. ബിയുടെയും ഡിയുടെയും നടുവിൽ ആ സിയുടെ ഫുൾ ഫോം വരുന്നത് ചോയ്സ് എന്നാണ്. സോ ലൈഫ് ഈസ് ദാറ്റ്. നിങ്ങൾ എന്തിനെയാണ് ചൂസ് ചെയ്തത്? അതാണ്. ടീച്ചറാവാനാണോ, ട്രെയിനർ ആവാനാണോ, കൂലിവേലക്കാരനാവാനാണോ, പോലീസ് ആവാനാണോ, പട്ടാളാവാനാണോ, അതല്ല ഒരു ഗ്ലോബൽ ഐക്കൺ ആവാനാണോ? യുവർ ചോയ്സ്. സോ ഈ ബിസിനസ് ഒരു ചോയ്സിലേക്ക് കണക്ട് ചെയ്യണം എന്ന് മാത്രമല്ല, ഇതിനകത്തെ കടന്നു വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫ്രം വാട്ട് യു ആർ നൗ, അവിടെ നിന്ന് നിങ്ങൾ ടു വാട്ട് യു വാണ്ട് ടു ബി, അവിടേക്കുള്ളൊരു യാത്രയാണ്. നിങ്ങൾ ഇപ്പോൾ എന്താണോ അവിടെ നിന്ന് എന്താവണമെന്ന് ആഗ്രഹിക്കുന്നതിലേക്കുള്ളൊരു യാത്രയാണ്. പ്രശ്നം എന്താ അറിയോ? 1000 കിലോമീറ്ററുള്ള യാത്രയാണെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ 10 കിലോമീറ്ററായിട്ട് നിർത്തിയിട്ട് വരെ ഞാൻ ആയില്ല എന്ന്. ആര് പറഞ്ഞു ആയില്ല എന്ന്? ഒരു മനുഷ്യർക്ക് 10 A+ എടുക്കാൻ താല്പര്യമുണ്ട്. അവൻ LKG എന്ന് പറഞ്ഞാൽ നിർത്തി എങ്ങനെ 10 A+ എഴുതൽ, റാങ്ക് പിന്നെടുക്കാം. ഇതാണ് ഈ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് നെവർ കിറ്റിംഗ് മനോഭാവം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അതിനാണ് കുറച്ച് ABCDകൾ ശരിയാക്കുന്നത് എപ്പോഴും പറയാം. നമ്മുടെ ABCD പറയുമ്പോൾ ആറ്റിറ്റ്യൂഡ് പറയാറുണ്ട്, അതേപോലെ തന്നെ ബിലീഫ് പറയാറുണ്ട്, കമ്മിറ്റ്മെൻറ്റ് പറയാറുണ്ട്, D ഫോർ ഡ്രീം പറയാറുണ്ട്, ഡിറ്റർമിനേഷൻ പറയാറുണ്ട്. എന്തു പറഞ്ഞാലും ശരി, ഈ ആറ്റിറ്റ്യൂഡ് നമുക്ക് നിർബന്ധമാണ്. നെവർ കിറ്റിംഗ് ആറ്റിറ്റ്യൂഡ്. ഇതിൻ്റെ എൻഡ് വരെ കളിക്കും ഞാൻ, പ്ലേ ടു വിൻ. ഇതിൻ്റെ കളി അവസാനമല്ലേ തീരുമാനിക്കൽ. നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഫുട്ബോളിന് വിസിലടിച്ചിട്ട് ഓൺ ദ സ്പോട്ടിൽ ഇയാളാണ് കളി തുടങ്ങി അപ്പോൾ തന്നെ കളി കഴിഞ്ഞു കപ്പ് കൊടുത്തു, അങ്ങനെ എവിടെയെങ്കിലും കണ്ടുക്കണോ? കപ്പ് അവസാനമല്ലേ കിട്ടൽ. അപ്പോൾ ഈ ബിസിനസ് ചെയ്യേണ്ടുന്നതിൻ്റെ മാക്സിമം ലെവലിൽ ചെയ്തിട്ടല്ലേ എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഞാനിത് ചെയ്തു എന്നോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റാത്തതെന്ന് എങ്ങനെ ഇത് തീരുമാനിക്കൽ? ഒരു സിനിമ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ക്ലൈമാക്സ് കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ ഒരു സിനിമ 1 സെക്കൻഡല്ലേ ഉണ്ടാവുള്ളൂ. ഒരു പ്ലേ തുടങ്ങുമ്പോൾ വിസിലടിക്കുമ്പോൾ തന്നെ കഴിഞ്ഞാൽ ഒരു കളി ഒരു സെക്കൻഡല്ലേ ഉണ്ടാവുള്ളൂ. ഒരു താലികെട്ട് കഴിയുമ്പോൾ തന്നെ വൈവാഹിക ജീവിതം മുഴുവൻ കഴിഞ്ഞു. അതൊരു എൻഡ്ലെസ് പ്രോസസ്സല്ലേ. അപ്പോൾ ഏതൊരു കാര്യത്തിനും അതിനൊരു ഡ്യൂറേഷൻ ഉണ്ട് എന്നതിനെ പാഷൻസ്, ദാറ്റ് ഈസ് ഇന്നല്ലാഹു മഅ സ്വാബിരീൻ.
നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ആ സ്വബർ, നമ്മൾ ക്ഷമാശീലരായിട്ട് കാത്തു വെക്കുന്ന സിസ്റ്റം നമുക്ക് വേണം. ദൈവം ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്ന് പറയുമ്പോൾ പറയാതെ പറയുന്നൊരു സയൻസ് അതിനകത്തുണ്ട്. എന്താണെന്നറിയോ? ദൈവം ക്ഷമിക്കുന്നവരെ കൂടെയാണ്. അപ്പോൾ ക്ഷമ എപ്പോഴാണ് ഉണ്ടാവല്? ആർക്കെങ്കിലും നല്ല സന്തോഷം വന്നു, അപ്പോൾ ആരെങ്കിലും ക്ഷമിച്ചു എന്ന് പറയോ? ഞാൻ ഇന്നലെ ഒരു ലോട്ടറി അടിച്ചു, ഞാൻ ക്ഷമിച്ചു. ഞാൻ ഇന്നലെ ഒരു വിമാനം വാങ്ങിച്ചു, ഞാൻ ക്ഷമിച്ചു. അങ്ങനെ ഉണ്ടാവും? ഇല്ല. തലയിലേക്ക് ഇടിത്തി വീണു, ഞാൻ ക്ഷമിച്ചു. അപ്പം ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്ന പദം ജന്മം കൊള്ളുന്നത് ഞാൻ വലിയൊരു പ്രയാസം നേരിട്ടു എന്നതിൻ്റെ പിന്നാമ്പുറത്തു നിന്നാണ്. അപ്പോൾ ദൈവം ക്ഷമിക്കുന്നവരെ കൂടെയാണ് എന്ന് പറയുന്നതിൻ്റെ പിറകിൽ ഒരു സയൻസ് കൂടിയുണ്ട്. ആർക്കാണോ എന്നും പ്രതിസന്ധി വരുന്നത് അവൻ്റെ കൂടെ കൂടിയാണ് ദൈവം. ദാറ്റ് ഈസ്. അപ്പോൾ ക്ഷമിക്കുന്നവരെ കൂടെയാണെന്ന് പറയുമ്പോൾ പ്രയാസം വരുന്നവൻ്റെ കൂടെയാണ്. ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക, വിജയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ പറയുന്നത് സ്റ്റാർവ്ഡ് സ്റ്റൊമക്ക് ആൻഡ് ദ എംപ്റ്റി പോക്കറ്റ് എന്നാണ് പറയുന്നത്. അൾട്രാ ലക്ഷറി സക്സസിൻ്റെ ക്രൈറ്റീരിയ പറയുന്നിടത്ത് ലോകം വിധിയത്ത് നടത്തിയ ഒരു വരി ഇങ്ങനെയാണ്: ദ എംപ്റ്റി പോക്കറ്റ് ആൻഡ് സ്റ്റാർവ്ഡ് സ്റ്റൊമക്ക്. അതായത് കാലി കീശയും ഒട്ടിയ വയറുമാണ് വിജയിയുടെ ഒന്നാമത്തെ ക്വാളിറ്റി. ആ ക്വാളിറ്റി നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ? യു ആർ പാസ്ഡ് ദ എക്സാമിനേഷൻ. നിങ്ങളുടെ എക്സാം പാസ്സായി, ഇനി പണി തുടങ്ങുക. പാസ്സായിട്ട് പിന്നെ നിൽക്കരുത്. നമ്മളുണ്ടല്ലോ PSC ലിസ്റ്റ് കിട്ടിയെന്ന് വിചാരിച്ചാൽ പേരിക്ക് സാലറി വരില്ല, പിന്നെ ജോലിക്ക് പോകണം. നമ്മളൊരു എക്സാം പാസ്സായി പിന്നെ ആ പണി എടുക്കണം, വേറെ കഥ. അതുകൊണ്ട് ജീവിതത്തിൽ നല്ല പ്രയാസങ്ങൾ, ഞാൻ പറഞ്ഞ ഈ ഒട്ടിയ വയറുള്ള ആളുകൾ, ഇറ്റ് മീൻസ് നമുക്ക് പട്ടിണി കിടക്കേണ്ട മുഹൂർത്തം, അതല്ലെങ്കിൽ എന്തോ കാര്യട്ടെ, പട്ടിണി എന്ന് പറഞ്ഞാൽ വസന്ത വിശപ്പ് എന്ന് അർത്ഥമുള്ളൂ. അത് പൈസ ബനാനാക്കി ബൂക്ക് ഹോ യാ ഖാന ബനാനാക്കി ബൂക്ക് ഹോ, എന്തായാലും കുഴപ്പമില്ല. ഭക്ഷണത്തിന് വേണ്ടിയുള്ള വിശപ്പായാലും ശരി, വിജയം ഉണ്ടാക്കാനുള്ള വിശപ്പായാലും ശരി, ആ വിശപ്പുണ്ടോ ഇല്ലേ? കാലിയായ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ തൻ്റേതായിരിക്കുന്ന പ്രോസ്പിരിറ്റിക്ക് മുന്നിലുണ്ടായ ഒരു സ്കേഴ്സിറ്റിയാണ് കാലിയായ പോക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ വിജയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആണ്. ദെൻ സ്റ്റാർട്ട് ദ മിഷൻ. അതുകൊണ്ട് നിർബന്ധമായിട്ടും വേണ്ടത് കളിക്കാൻ ഇറങ്ങണം ഗ്രൗണ്ടിൽ. നമ്മുടെ പ്രശ്നം എന്താ പറയുക? ഗാലറിയിൽ നിൽക്കലാണ്. ഗാലറിയിൽ നിന്നിട്ടല്ലോ മെസ്സി കപ്പ് വാങ്ങിച്ചത്, ഗാലറിയിലല്ലല്ലോ CR7 കപ്പ് വാങ്ങിച്ചത്. ഈ മെസ്സിമാരും നെയ്മർമാരും റൊണാൾഡോമാരും അതേപോലെ തന്നെ സച്ചിന്മാരും തുടങ്ങിയുള്ള ഏത് കളിക്കാരനാവട്ടെ അവർ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചിട്ടാണ് വാങ്ങിയത്. നമ്മളെ പ്രശ്നം നമ്മൾ ഗാലറിയിൽ നിന്നിട്ടാണ്. ഗാലറിയിൽ കപ്പില്ലല്ലോ, നമ്മൾ കൈയടിക്കുകയാണ്. കൈയടിച്ചവനല്ല വിജയിച്ചത്, ആരാനെ കൊണ്ട് കൈ അടിപ്പിച്ചവനാണ് വിജയിച്ചത്. നിങ്ങൾക്ക് വേണ്ടി എത്ര ആൾ കൈയടിക്കാനുണ്ട്? അങ്ങനെ കൈയടിക്കാൻ വേണ്ടിയുള്ള കർമ്മം നിങ്ങൾ എന്ത് ചെയ്തു? ഈ ചോദ്യം ഡെയിലി ചോദിക്കണം. സോ ആക്ച്വലി നമ്മൾ നോക്കേണ്ടത് STC വരെ നിലം തൊടാതെ പറക്കണം. കാരണം നമ്മുടെ ഈ വീടിൻ്റെ വിജയത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ തറപ്പണിയാണ് STC വരെ. ഫൗണ്ടേഷൻ ബേസ്മെൻറ്റിൻ്റെ വർക്കാണ്. നിങ്ങൾ എവിടെയും അന്വേഷിച്ച് ഒരു വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ബേസ്മെൻറ്റിൻ്റെ പണി നടക്കുന്ന സമയത്ത് പകുതി പണിയെടുത്ത് കണ്ട് പോവോ? അതായത് ഞാൻ തറ കീറിയിട്ടുണ്ട്, മണ്ണിടലിന് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ പാതകത്തിൻ്റെ പണി തുടങ്ങുന്നത് 3 കൊല്ലം കഴിഞ്ഞിട്ടേ കല്ലിറക്കുള്ളൂ, അങ്ങനെ ഒരു സാധനം കേട്ടുക്കണോ? ഇല്ല. ബേസ്മെൻറ്റിൻ്റെ പണി തുടങ്ങിയാൽ അതാണ്ട് കംപ്ലീറ്റ് ആവും. എന്നിട്ട് വേണമെങ്കിൽ തറമ്മ കുറേ നിൽക്കും, കുഴപ്പമുണ്ടാവില്ല. പക്ഷെ തറക്ക് വേണ്ടിയിട്ട് കീറിക്കാണ്ട് പിന്നെ ഇതിൽ മണ്ണ് നിറക്കാനും കല്ല് നിറക്കാനും വേണ്ടിയിട്ട് 3 കൊല്ലം കഴിഞ്ഞിട്ട് വന്നാൽ അത് തീർന്നിട്ടുണ്ടോ? പിന്നെ തലക്കുന്ന തുടങ്ങണം. അതുകൊണ്ട് ബേസ്മെൻറ്റിൻ്റെ പണി ഈസ് ദ STC. അതും എങ്ങനത്തെ STC? സ്റ്റേറ്റ് ലെവലിലുള്ള STC തന്നെ ആയിരിക്കണം. അല്ലാതെ STC ആണ് പഞ്ചായത്ത് ലെവലിലും വാർഡ് തലത്തിലും ആവരുത്. ഞാൻ എൻ്റെ ഒരു വാശിയായിരുന്നു, STC ആകുന്നതിന് മുമ്പ് ഓൾ ഓവർ കേരള കറങ്ങണം. പക്ഷേ നമ്മൾ ഓൾ ഓവർ ഇന്ത്യ തന്നെ കറങ്ങി. NTC ആകുമ്പോൾ പഞ്ചായത്ത് ലേസിലെ NTC ആവരുത്, അത് ഇന്ത്യയിൽ തന്നെ ഒരു ടീമുള്ള NTC ആവണം, നാഷണൽ ടീം കോർഡിനേറ്റർ. അങ്ങനെ തന്നെയാണ് ആ പദം കമ്പനി നമുക്ക് തരുന്നത്. അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കാനാണ്, അല്ലെങ്കിൽ ആ ബോധം നമുക്കുണ്ടാവാനാണ്. ദൈവം സഹായിച്ചുകൊണ്ട് എൻ്റെ ലീഡർമാരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും കൊണ്ട് ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ NTC ആകുന്നതിന് മുന്നേ തന്നെ സ്റ്റേറ്റ് ആൻഡ് ലെവലിൽ പല സ്ഥലത്തും എനിക്ക് ടീമായി. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. സോ ആക്ച്വലി നമ്മളൊക്കെ ചിന്തിക്കാനുള്ള രണ്ടാമത്തെ കാര്യം റെഡി ടു ചേഞ്ച് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് റെഡി ടു ചേഞ്ച്. എന്താ റെഡി ടു ചേഞ്ച്? നമ്മൾ ഒരു സെറ്റപ്പ് ആകാൻ വേണ്ടി നമ്മൾ കുറച്ച് പണിയെടുക്കാനുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ വീടിൻ്റെ മുമ്പിൽ പറയും നല്ല വാതിലാണ്, അവിടെ തേക്കിൻ്റെ വാതിലാണ്, പ്ലാവിൻ്റെ വാതിലാണ് എന്ന് പറയുമ്പോൾ ആ പ്ലാവിനെ നേരിട്ട് മുറിച്ചുകാണ്ട് നമ്മളെ വീടിൻ്റെ മുന്നിൽ വാതിലാക്കി കൊണ്ടുവന്ന് വെക്കുകയാണോ നമ്മൾ ചെയ്യുക? നെവർ എവർ. പിന്നെ എന്താ ചെയ്യുക? ആ പ്ലാവിനെ കണ്ടെത്തിയിട്ട് അതിൻ്റെ 90% മുറിച്ചു കളയും. ഇറ്റ് മീൻസ് ഒരു പ്ലാവിൻ്റെ, ഒരു തേക്കിൻ്റെ, ഒരു മരത്തിൻ്റെ, ഒരു തടിയുടെ അതിൻ്റെ എല്ലാ ചില്ലകളും ഇലകളും അതിൻ്റെ പല ഭാഗങ്ങളും എന്ന് പറഞ്ഞാൽ 90% എന്ന് പറയാം, അതിൻ്റെ മേജർ പാർട്ട് മുറിച്ച് കളയണം. എന്നിട്ട് അതിൻ്റെ 10% വാതിലായിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഡോറിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിമിൽ എത്തുന്നത്. അപ്പോൾ ഞാനെന്ന വ്യക്തിയിൽ വേണ്ടാത്തത് ഒരുപാടുണ്ടെന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു ലീഡർ എങ്ങനെ ചേഞ്ച് ആകും? നമ്മൾ ഓൾറെഡി ചിന്തിച്ചിരിക്കണം, ഞാൻ ഡബിൾ ഓക്കെ ഇനി എന്നെ ശരിയാക്കണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു ലീഡറിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു വലിയ ഇതിഹാസത്തെ പ്രതീക്ഷിക്കാൻ പറ്റും?
ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളിൽ നിന്നും 90% മുറിച്ചു മാറ്റണം. എൻ്റെ യഥാർത്ഥ ക്ലാരിറ്റിയുള്ള വെർഷൻ ഇതല്ല, ഞാൻ എന്നെ ഒരുപാട് എക്യുപ്ഡ് ആക്കേണ്ടതുണ്ട്, അതിന് ഞാൻ നിന്ന് കൊടുക്കണം. ഞാൻ എപ്പോഴും ഒരു പൊറാട്ടയുടെ കഥ പറയാറുണ്ട്. അതായത് പൊറാട്ട ചിന്തിക്കുകയാണ്, പൊറാട്ട എന്ന് പറയുന്നതിനെ തേടിയ ജനങ്ങൾ വന്നത്. എടാ ആ ഹോട്ടലിലെ പൊറാട്ട അടിപൊളിയാണ്, ആ കടയിലെ മൈദ അടിപൊളിയെന്ന് ആരും പറഞ്ഞു പോയിട്ടില്ല. പൊറോട്ടയുടെ ഗന്ധം കിട്ടിയിട്ട് ആൾക്കാർ അങ്ങോട്ട് കയറിയിട്ടുണ്ട്, വണ്ടി ഇൻഡിക്കേറ്റർ ഇട്ടിട്ട്, അല്ലെങ്കിൽ നടന്നു പോകുമ്പോൾ ഹൈ അടിപൊളി ഗന്ധം, നമുക്കൊന്ന് കയറി ഭക്ഷണം കഴിച്ചാലോ. പക്ഷേ ആരെങ്കിലും മൈദയുടെ വെളുപ്പ് കണ്ട് നമ്മളൊന്ന് കുറച്ച് പെരി കൊണ്ടുപോയി പൊറോട്ട ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞിട്ടില്ല. ഈ പൊറോട്ട എങ്ങനെ ആയത്? മൈദ എന്ന് പറയുന്ന വ്യക്തി, ഒരുപക്ഷെ അതിനൊരു വ്യക്തിയാണെങ്കിൽ, പണ്ടേതൊരു സിനിമയിലെ പാട്ട് പോലെ എനിക്കൊന്നുണ്ട് ഒരു നാവുണ്ടെങ്കിൽ എന്ത് ഞാൻ വിളിക്കുന്നു പറഞ്ഞ പോലെ പൊറോട്ടയുടെ മൈദക്കൊരു നാവുണ്ടെങ്കിൽ അവൻ പറഞ്ഞ കഥ ഞങ്ങളോട് പറയണം. എന്താണ് ആ കഥ? ഇങ്ങനെയായിരിക്കും. ഈ മൈദ എന്ന് പറയുന്നത് വലിയ തറവാട്ട് പറഞ്ഞ കുട്ടിയായിരിക്കും. ഇറ്റ് മീൻസ് പാരിസൻസ് ലിബർട്ടി മൈദ മറ്റേത് മറിച്ചത് വലിയ തറവാട്ട് എന്നാണ്. പക്ഷേ പണ്ടാരിയാകുന്ന മനുഷ്യൻ സാധാ കൂലിവേലക്കാരൻ, സാധുവാണ്. ഒരു ചെറിയ ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്ന് വന്നവരോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ജീവിതത്തിൻ്റെ ധാരാളിത്തമില്ലാതെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവനായിരിക്കാം പണ്ടാരി. പാരിസൺ ലിബർട്ടി എന്ന് പറയുന്നത് വലിയ തറവാട്ടിൽ നിന്ന് വന്നതാവും കോടീശ്വരന്മാരുടെ മൾട്ടി മില്ലിയനേഴ്സിൻ്റെ പേരിൽ നിന്ന് വന്ന പ്രൊഡക്റ്റാണ്. അവിടെ മൈദ പറഞ്ഞില്ല ഞാൻ വലിയ തറവാട്ടിന് എന്നെ തുടരുത്, നീ താഴ്ന്ന ജാതിക്കാരനാണ് അല്ലെങ്കിൽ ഇന്നേനെന്ന് പറഞ്ഞിട്ടില്ല. മൈദ മുണ്ടാണ്ടിരുന്നു. അയാൾ വെള്ളമൊഴിച്ചു, കുഴച്ചു, വേദന കൊണ്ട് പുളകിയ മൈദ മിണ്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് അതിനെ ഇടിച്ചു പരത്തി കുത്തി, നോ പ്രോബ്ലം, മൈദ സഹിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇങ്ങനെ തമാശപ്പെട്ട് മുണ്ടൊക്കെ പുതച്ചു കിടന്നപ്പോൾ മൈദ വിചാരിച്ചു സമാധാനം, ഇനി കിടന്നുറങ്ങാന്ന്. അപ്പോഴാ കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ വന്ന് ആ ഉണ്ട കൂട്ടിയ സാധനം എടുത്തിട്ട് നിറന്തലൊക്കെ കുത്തിയിട്ട് അതിനെ വലിയ തരികക്കെട്ട് പോലെ കെട്ടി തിരിച്ചു മറിച്ച് പിന്നെ ലാസ്റ്റിന് പരത്തി വെച്ചപ്പോൾ മൈദ വിചാരിച്ചു കഴിഞ്ഞു. അപ്പോൾ കണ്ട് നെഞ്ചത്ത് കൂടെ കത്തിക്കൊണ്ടൊരു വരക്കൽ അല്ലെങ്കിൽ കൈത് കൊണ്ട് കീറി മുറിച്ചു, പാർട്ടാക്കി മാറ്റി, വേദന കൊണ്ട് കുളഞ്ഞു, മൈദ മിണ്ടിയില്ല. പിന്നെ അതിനെ വീണ്ടും എന്ത് ചെയ്തോ സെറ്റാക്കി എടുത്തിട്ട് തരികയാക്കി അടിച്ച് സെറ്റാക്കി കൊണ്ട് കഴിഞ്ഞു എന്ന് വിചാരിച്ചു. അപ്പയല്ലേ നരകത്തേക്ക് വലിച്ചെറിഞ്ഞത്. ചുട്ടുപൊള്ളുന്ന പൊറാട്ടക്കല്ലേക്ക് ഒറ്റ കയറ്, വാ പൊളിച്ച് കരഞ്ഞു, നെഞ്ചത്തടിച്ച് കരഞ്ഞു, മൈദ മിണ്ടിയില്ല, പരാതി പറഞ്ഞില്ല. അങ്ങനെ ലാസ്റ്റ് അവിടെ നിന്ന് എടുത്തപ്പോൾ കഴിഞ്ഞു, ദൈവമേ രക്ഷപ്പെട്ടു, പൊറാട്ടക്കല്ലിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന്. ആ സാധനം ഈ സാധു വെച്ചിട്ട് നീർന്തലൊക്കെ 4 അടിയും കൊടുത്തു. അതോടുകൂടി തീരുമാനമായി. പിന്നെ അത് പ്ലേറ്റിലേക്ക് വന്നപ്പോൾ പറഞ്ഞു, വാട്ട് എ പവർഫുൾ. അന്നേരത്തെ എന്തോ ഒരു രസം, കാണാൻ ചന്തം, ഗന്ധം ഭയങ്കരം. ആ ചൂടുള്ള പൊറാട്ട കൊണ്ട്, നെരിഞ്ഞ പൊറാട്ട കൊണ്ട്, നല്ല അടിപൊളി പൊറാട്ട കൊണ്ട് ആണോ അല്ലേ. ഇവിടെ ആ മൈദയിൽ നിന്ന് പൊറോട്ടയിലേക്ക് അടി കൊണ്ടാണ് ഞാൻ പൊറോട്ടയായത്, പിറകിലേക്ക് ഒത്തുകൊണ്ടാണ് ഞാൻ പുട്ടായതെന്ന് പറയുന്ന പുട്ടിൻ്റെ അതേ കഥ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരുപാട് കൊള്ളാനുണ്ട് മൈ ഡിയേഴ്സ്. ഒരിക്കലും നമ്മൾ നേരിട്ട് സക്സസ്സിലേക്ക് എത്തില്ല. സക്സസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ജൈത്രയാത്രയിൽ ഇതൊക്കെ ഉണ്ടാകും. നമ്മളെ ടെസ്റ്റ് പാസ്സാക്കണം. അപ്പോൾ ഈ ബിസിനസ്സിനെ നിങ്ങൾ എപ്പോഴും തിരിച്ചറിയുക, പ്രതിസന്ധി ഉണ്ടാകും. നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത് വിജയത്തിൻ്റെ വലുപ്പം എത്ര വലുതാണോ അതിന് സമാനമായി റിസ്കിൻ്റെ വലുപ്പം കൂടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വാർഡ് തലത്തിലെ വിജയമാണോ, വാർഡ് തലത്തിലെ റിസ്കേ ഉണ്ടാകൂ. പഞ്ചായത്ത് തലത്തിലെ വിജയമാണോ വേണ്ടത്, പഞ്ചായത്ത് ലെവലിലെ റിസ്ക് ഉണ്ടാകും. നിങ്ങൾക്ക് രാഷ്ട്രതലത്തിലെ വിജയം മതിയോ, രാഷ്ട്രതലത്തിലുള്ള അതല്ലെങ്കിൽ ആ സൈസിനൊത്ത എല്ലാ ഗ്രാഫും സെയിം ടു സെയിം ആണ്. തുലാസ് കരട്ടാവതി ഭൂമി നാലും പോവില്ല. അതുകൊണ്ട് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഗ്ലോബൽ സക്സസ് ആണോ, ഗ്ലോബൽ ചലഞ്ചുകൾ ആദ്യം നിങ്ങൾ റെഡി ആവണം നേരിടാനോ, എന്നാൽ ഇതിൽ സാധ്യമാകൂ. സോ ഗെറ്റ് റെഡി. അതാണ് മെയിനായിട്ട് ചേഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളെപ്പോഴും ചിന്തിക്കുക, ഞാൻ പഠിച്ചു സാറേ, അന്ന് തൊട്ട് നമ്മളെ തോൽവി തുടങ്ങി. സാറേ ഞാൻ എല്ലാം പഠിച്ചിരിക്കണം, ഞാൻ പണ്ടേ പലതും ചെയ്തതാണ്. ഓക്കെ സാർ, നിങ്ങൾ പഠിച്ചത് അതെങ്ങനെ ചെയ്യാമെന്നാണ്, ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതല്ല. ഐസക് ന്യൂട്ടൻ ഒരു കഥ പറയുന്നുണ്ട്. ഗ്രാവിറ്റിയുടെ അത്ഭുതങ്ങൾ പഠിപ്പിച്ച മനുഷ്യന് വീട്ടിൽ മുയൽ വളർത്താൻ വേണ്ടിയിട്ട് ആശാരിയോട് വരാൻ പറഞ്ഞു. ലോകത്തിൻ്റെ ഇതിഹാസങ്ങളാണ്. തലയിലേക്ക് ആപ്പിൾ വീണ സമയത്ത് അതെടുത്ത് തിന്നാതെ എന്തിനാ വീണെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ച പഹനാണ്. എന്തായാലും അദ്ദേഹം അത് കണ്ടുപിടിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ പരീക്ഷയിൽ തോറ്റിട്ടുണ്ടാകും ഒട്ടുമിക്ക ആൾക്കാരും. ഈ വേണ്ടാത്തത് കണ്ടുപിടിച്ചുകൊണ്ടല്ല ഇതൊക്കെ സംഭവിച്ചെന്ന് പറയാറുണ്ട്. ജസ്റ്റ് എ കോമഡി, ലീവ് ഇറ്റ്. സോ ഞാൻ സീരിയസ്ലി പറയുന്നത്, ആ പോലെയുള്ള ഗ്രാവിറ്റിയുടെ അത്ഭുതങ്ങൾ കണ്ടെത്തിയ ഐസക് ന്യൂട്ടന്മാർ വീട്ടിൽ ഈ മുയലിൻ്റെ വളർത്താൻ വേണ്ടിയിട്ട് കൂടുണ്ടാക്കാൻ ആശാരി വന്നപ്പോൾ ഐസക് ന്യൂട്ടന്മാരെ പോലെയുള്ള സയൻറ്റിസ്റ്റ് പറഞ്ഞു അത്രേ, അതല്ലെങ്കിൽ ശാസ്ത്ര സമൂഹം പറഞ്ഞു അത്രേ, ആ മുയൽ 2 ഉണ്ട് വീട്ടിൽ, ഒരു ചെറിയ മുയലും വലിയൊരു മുയലും. അതുകൊണ്ട് 2 മുയലിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഓട്ടയും പിന്നെ ഒരു വലിയ ഓട്ടയും വെച്ചോളൂ. കൂടിനകത്ത് ഒരു ഡോറ് നടുവിൽ കബോർഡ് വെച്ചിട്ട് 2 ഓട്ടയും ഉണ്ടാക്കിയിട്ട് ചെറിയ ഓട്ടയിലൂടെ ചെറിയ മുയലും പോട്ടെ, വലിയ ഓട്ടയിലൂടെ വലിയ മുയലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കട്ടെ, അപ്പോൾ അവർക്ക് ഉള്ളിൽ കളിക്കാലോ എന്ന് പറഞ്ഞു. അവിടെ ആശാരി തിരിച്ചു ചോദിച്ചു, സാറേ വലിയൊരു ഓട്ട ഉണ്ടെന്ന കയ്യിൽ ചെറുതും വലുതും പോകൂലേ എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐസക് ന്യൂട്ടൻ പൊട്ടനല്ല. വൈ? അദ്ദേഹം ആ ഇൻഡസ്ട്രിയിൽ ബിരുദനല്ല, അത്രയേ ഉള്ളൂ. ലോകത്ത് ഇത്ര തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതി. ദിസ് എ പീപ്പിൾ ബിൽഡിംഗ് കൺസെപ്റ്റാണ്. ഇതിൽ ലീഡർമാർ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ ഓക്കെയാണ്, എക്സലൻ്റ് ആണ്, ആര് പറഞ്ഞു എല്ലാമെന്നും.
ഒക്കെ ശരിയാണ്. പക്ഷേ ഇവിടെയെല്ലാം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പ്രശ്നമുള്ളത്? നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഇന്ത്യയിലെ ടോപ്പറായിട്ട് IAS ഒന്നാം റാങ്കിൽ പാസ്സായ മനുഷ്യനെ മതിൽ തേക്കാൻ കൊടുക്കുന്നവൻ എന്താ കാട്ടൽ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ സമയത്ത് സ്കൂളിൻ്റെ പടിവാതിൽ കേടാത്ത ഏതെങ്കിലും ചേട്ടന്മാരെയോ കാക്കന്മാരെയോ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു ബംഗാളിനെ കൊടുത്താലോ അടിപൊളിയായിട്ട് എന്ത് ചെയ്ത് തരും? ആ മതിൽ തേച്ച് സെറ്റാക്കി തരും. IAS ഏറ്റവും നല്ല എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാണ്, ഇൻ്റലിജൻ്റാണ് അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റിൽ, എന്തിലല്ല ഇതിലല്ല. ഇതേപോലെ നമ്മളെക്കുറിച്ച് ചിന്തിച്ച് നോക്കണം. ആ ഒരു മാറ്റമാണ് പ്രധാനം. കാരണം എപ്പോഴും ഇതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ ഇന്ന മാത്രം നോക്കിയാൽ മതി. ഈ ബിസിനസ്സിൽ 2 പ്രശ്നമാണ്. ഒന്ന് ആൾക്കാരില്ലാത്ത പ്രശ്നം, 2 ആൾക്കാർ വന്നാലുള്ള പ്രശ്നം. ഇതിൽ ഒന്നാമത്തെ പ്രശ്നം സുഖം. ആൾ വരാതിരുന്നാൽ ആരെയും നോക്കേണ്ട പ്രശ്നമില്ല എന്ന് വെച്ചാൽ ആൾ വന്നിട്ട് തലവേദന വന്നാൽ നിർത്താനേ പറ്റൂല എന്നാണ്. സോ ആക്ച്വലി ഞാൻ ഇങ്ങോട്ട് പറയണത് എന്താണെന്ന് വെച്ചാൽ ഇതിലാദ്യം ഒരാൾ വന്നാൽ നോക്കുന്ന പ്രശ്നം, പിന്നെ 10 ആൾ വന്നാൽ, പിന്നെ 100 ആൾ വന്നാൽ. അപ്പോൾ പ്രശ്നങ്ങൾ കൂടുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി കൂടണം, സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവണം, സീരിയസ് ആവണം. പിന്നെ അത് 1000 ആൾക്കാരെ നോക്കാൻ. അപ്പോൾ ഇത് കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്കിത് എന്നും പഠിക്കാനൊരു സോണുണ്ട്. പിന്നെ അതിനുശേഷം 1000, 1 ലക്ഷം, 10 ലക്ഷം, പിന്നെ 1000കണക്കിന് ലീഡർമാരെ മാത്രം നോക്കണം, പിന്നെ 1000 കണക്കിന് ലീഡർമാരെ നോക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രോസസ്സല്ലേ. എവറി ഡേ യു ഹാവ് ടു സ്റ്റഡി സംതിങ്. അത് നമ്മൾ ഉറപ്പ് വരുത്തണം. അല്ലാതെ ഞാൻ പ്ലാൻ കൊടുക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് മാത്രം ഉറപ്പ് വരുത്തരുത്. ഇതിൻ്റെ കൂടെ ഉറപ്പ് വരുത്തണമെങ്കിൽ ഞാൻ എൻ്റെ പൊട്ടൻഷ്യൽ എബിലിറ്റിയെ സെറ്റ് ചെയ്യുന്നത് ഉറപ്പ് വരുത്തിയേ പറ്റൂ. ഡെയിലി നമ്മൾ എന്തെങ്കിലും സംതിങ് യു ഹാവ് ടു ലേൺ, യു ഹാവ് ടു സീക്ക് ഫോർ ഇറ്റ്. അന്വേഷിച്ച് പോവുക തന്നെ ചെയ്യണം. നമ്മളെപ്പോഴും പറയാറുണ്ട് 2,10,000 തരുന്നത് BV യോജിപ്പിച്ചതിനല്ല മക്കളെ. ഈയാതി സാധനങ്ങളെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന 10-200 എണ്ണം, ഒന്നാണ്ട് പറഞ്ഞ 20 എണ്ണം ഇങ്ങോട്ട് പഠിപ്പിക്കുന്ന, മെൻറ്ററിങ്ങിന് വന്നിരുന്ന് മെൻറ്ററെ പഠിപ്പിക്കുന്ന ലീഡർമാരുണ്ട്. സാറേ അങ്ങനെയൊന്നുമല്ല സംഭവം. അപ്ലൈന് ഫോം വിളിച്ചിട്ട് അപ്ലൈന് കോച്ചിങ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇറ്റ് മീൻസ് അപ്ലൈൻ നല്ലത് പറഞ്ഞു തരുന്ന ആൾക്കാരെ ഒരിക്കലും എതിർക്കരുത് കേട്ടോ. ഒരു പക്ഷേ നമ്മളെക്കാൾ കൂടുതൽ പീപ്പിൾ ബിൽഡിംഗ് കൺസെപ്റ്റിനെ കുറിച്ച്, ബിസിനസ്സിനെ കുറിച്ച് ഐഡിയാസ് ഉള്ള ആളുകളുണ്ടെങ്കിൽ അപ്ലൈന് അവിടുന്ന് അഭിപ്രായങ്ങൾ കേൾക്കാം, മനസ്സിലാക്കാം, അരിച്ചു വെച്ച് നല്ലതാണെങ്കിൽ സ്വീകരിക്കാം. അത് വേറെ സബ്ജക്റ്റ്. അല്ലാതെ അപ്ലൈൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റാണ്, അവിടെ കണ്ട് പോകരുത്, മിണ്ടരുത്, അങ്ങനെ ഒരു സാധനമില്ല കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും തിരിച്ചറിയുക, ഈ ഒരു എന്താ പറയുക, നമ്മൾ ഒരു ബാപ്പാൻ്റെ മക്കൾ, അച്ഛൻ്റെ മക്കൾ തന്നെ പല ധാരണക്കാരല്ലേ. അപ്പോൾ വ്യത്യസ്ത വീട്ടിൽ നിന്ന് വന്ന എത്രായിരം ആളുകളെ നോക്കുന്നവരാ. ആ നോക്കുന്നതിന്, പോറ്റുന്നതിന്, പണിയെടുക്കുന്നതിന് തരുന്ന കമ്പനിയുടെ ബെസ്റ്റോസാണ് ശരിക്കും 2,10,000. 17 ലക്ഷം BV പെയർ മാച്ചിങ്ങിന് മാത്രമല്ല എന്നർത്ഥം. സോ ആക്ച്വലി നമ്മളെപ്പോഴും ചിന്തിക്കുക, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഫ്രീക്വൻസി ലെവൽ എപ്പോഴും ഉയർത്തി വരുന്നുണ്ടോ. ആദ്യത്തെ 3 to 5 ഇയർ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസിയെ ഉയർത്താനാണ്. ഇതിനെ റിപ്പീറ്റഡായിട്ട് കേട്ട് വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ വലിയൊരു മാറ്റങ്ങളുണ്ടാകും. ആ മാറ്റത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ആദ്യത്തെ ഇയർ. ഇതിനു വേണ്ടി പാകപ്പെടലാണ്. അല്ലാതെ ഞാൻ വന്നിട്ട് 2 മാസം, ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, പാവങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് നോക്കിയിട്ടാണ് ബിസിനസ്സിനെ കാണുക. അവർ ചോദിക്കും, ഇസ്മായിൽ സാർ വന്നിട്ട് എത്രയായി? 3 കൊല്ലമായി, 4 കൊല്ലമായി, 5 കൊല്ലം, എന്താ കിട്ടിയത്, ഇപ്പം എന്താ ഉള്ളത്, ഇതാണ്. അതായത് പ്രസൻറ്റ് നോക്കുകയാണ്. അത് നോക്കാൻ എൻ്റെ ഏതാ കാറ്, വണ്ടി, അതാണ്. എന്നാൽ ഒരു യഥാർത്ഥ ഹൈ ക്ലാസ് അതല്ലെങ്കിൽ ഒരു സൂപ്പർ ബ്രെയിൻ ഉള്ള മനുഷ്യൻ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ പോസിബിലിറ്റിയെ കാണും. അവനൊരിക്കലും ഈ ലീഡറെ ഇങ്ങത്തെ അല്ല കാണുക, അനക്കായതുകൊണ്ട് അത്രയും പറ്റുള്ളൂ, എനിക്ക് അതിനെക്കാട്ടിയും പറ്റും. അങ്ങനെയല്ലേ? നിങ്ങൾ അയച്ചൊക്കെ നമ്മളെല്ലാവരും തട്ടിയത് പന്തന്നല്ലേ? ആ ഉരുണ്ട പന്തനല്ലേ CR7 തട്ടിയത്? പന്തന്നെ എല്ലാവരും തട്ടുന്നത്. പക്ഷെ തട്ടൻ്റെ വിധി മാറ്റും. നീ ചെയ്ത പോലെയല്ല ഞാൻ കളിക്കാൻ പോണത് എന്ന് പറയുന്നിടത്ത്, ചിന്തിക്കുന്നിടത്തല്ലേ ബിസിനസ്സിൻ്റെ ഡൈവേർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാതെ നീ അത്രേ ചെയ്തുള്ളൂ, ഓണ്ട് ഇന്നെക്കൊണ്ട് അത്രയും പറ്റില്ല എന്ന് രണ്ടും വേണമെങ്കിൽ ചിന്തിച്ചൂടെ? ജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലേ? ആ വണ്ടി കുത്തി, അതിനാൽ എൻ്റെ വണ്ടിയും കുത്തും, ഞാൻ വണ്ടി ഇറക്കൂല. അങ്ങനെ ഈ ഭൂമിയിൽ വല്ല വാഹനം ഇറങ്ങുമോ മക്കളെ? നിങ്ങളൊരു കാർ എടുക്കാൻ പോകും, ഞാൻ കാണിച്ചു തരാം, കാറിൻ്റെ ഫോട്ടോ ഇട്ടുതരാം. അത് ഏകദേശം ആക്സിഡൻ്റ് ആയാലും ഒരു 10-200 ഫോട്ടോ നമ്മൾ വിട്ടുതരാം. ചിലപ്പോൾ പക്ഷേ അതേപോലത്തെ അതേ കമ്പനി, നിങ്ങൾ എടുക്കുന്നത് കമ്പനി സുസുക്കി ആണെങ്കിലും ടൊയോട്ട ആണെങ്കിലും ബെൻസ് ആണെങ്കിലും അതുപോലത്തെ വണ്ടി ഇടിച്ച് മരിച്ചോ ആൾക്കാരോ കുടുംബം തകർന്ന ഫോട്ടോസോ വീഡിയോസോ വാർത്തയോ വിട്ടുതരാം. നീ നിങ്ങൾ ആ വണ്ടി എടുക്കൂലേ? നമ്മളെന്താ ചിന്തിക്കുന്നത്? അവൻ്റെ സമയദോഷമോ അതല്ലെങ്കിൽ പെരുമാറ്റമോ അവൻ്റെ ഡ്രൈവിങ്ങിലോ പാളിച്ചയാണ്, അല്ലെങ്കിൽ ആ സന്ദർഭത്തെ ഒരു കാരണമാണ് ആ വണ്ടി കുത്തിയത്. ഞാൻ അങ്ങനെ ചെയ്യൂല, അങ്ങനെയല്ലേ നമ്മൾ ആ വണ്ടി വാങ്ങിയത്? അതേപോലെ ബിസിനസ് ചിന്തിച്ചൂടെ? ആ മൈ ലൈഫിലൊരു മനുഷ്യർക്ക് വിജയിക്കാൻ പറ്റില്ല, അത് അവൻ്റെ ദോഷമാണ്. ആ ലീഡർ ചെയ്തത് 4 കൊല്ലം ഒരു തെറ്റായ റൂട്ടാണ്. ഞാൻ എന്ന വ്യക്തി അങ്ങനെയല്ലെന്ന് ചിന്തിക്കണം. ഞാൻ ലീഡറാണെന്ന് എനിക്ക് തോന്നണ്ടേ, എപ്പോഴല്ലേ നടക്കുള്ളൂ. സോ ആക്ച്വലി നിങ്ങളെല്ലാവരും ചെയ്യാനുള്ളത് ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കുക. ജീവിതത്തിൽ എപ്പോഴും തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രീക്വൻസി ലെവൽ മാറ്റാൻ തയ്യാറാകുക.
നമ്മളുടെ ചിന്ത, നമ്മളുടെ സ്നേഹത്തിൻ്റെ മനസ്സ്, നമ്മളുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ മനസ്സ്, സീരിയസ്നെസ്സിൻ്റെ മനസ്സ്, എല്ലാത്തിനെയും ഒരുപോലെ മനസ്സിലാക്കാനുള്ള മനസ്സ്, ഞാൻ വളരേണ്ടതുണ്ടെന്ന് എന്ന് തിരിച്ചറിയാനുള്ള മനസ്സ്, ആ ഒരു ഫ്രീക്വൻസി ലെവൽ സെറ്റാവലാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഓടി വന്ന് ജോയിൻ ചെയ്ത് പിറ്റേന്ന് ഡയമണ്ട് ആവില്ല. ബസ് സ്റ്റോപ്പിൽ നിന്ന് പെട്ടെന്ന് അവനും അവളും കണ്ട് അപ്പം തന്നെ കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുത്തു, കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് പ്രസവിച്ചു, അങ്ങനത്തെ ഒരു കഥ നിങ്ങൾ കേട്ടുക്കണോ? ഇല്ലല്ലോ. ഏതൊരു കല്യാണത്തിലും നമ്മുടെ ഇന്നത്തെ കേരള സാഹചര്യം വെച്ച് ഒരു കുടുംബ മഹിമയുടെ അതല്ലെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന ഒരു ധർമ്മപരമായിരിക്കുന്ന ശൈലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടു, അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ചു, കുടുംബത്തിൻ്റെ യോജിപ്പ് മനസ്സിലാക്കി, രഞ്ജിപ്പ് മനസ്സിലാക്കി, ഉതകുന്നതാണെന്ന് മനസ്സിലാക്കി, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് തിരിച്ചറിഞ്ഞ് ബന്ധുമിത്രാദികളുടെ സ്നേഹങ്ങളും അവരുടെയൊക്കെ ബ്ലെസ്സിങ്സും കൂടെ അങ്ങനെ ജീവിച്ചു. അങ്ങനെ അതിന് ശേഷം അതിൻ്റെ ഒരുപാട് പ്രോസസ്സിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് തന്നെ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യണത്. അല്ലാതെ ബസ് സ്റ്റോപ്പിൻ്റെ പിറ്റേന്ന് തന്നെ അവർ ഫാമിലി ആയിട്ട് 10 കുട്ടികളെ ജീവിക്കുന്നു, അങ്ങനെ ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായ ടൈമുണ്ട്, ദാസ എന്ന് കൂട്ടിക്കൂട്ടി പറയാം. എന്ന് മാത്രമല്ല, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് മീറ്റിംഗ് കേൾക്കുമ്പോഴാണെങ്കിലും സംസാരം കേൾക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് കേൾക്കാൻ വേണ്ടി കേൾക്കരുത്, മാറാൻ വേണ്ടി കേൾക്കണം. പ്രശ്നം എന്താ അറിയോ? നാളെ ഐഫ്ലൈസ് ഉണ്ട്, ഞാൻ കേൾക്കുന്നത് എൻ്റെ ലീഡർ കണ്ടോട്ടെ, ഇതാ കണ്ടോളി, ഇതാ സ്ക്രീനിൽ ഞാൻ ഫസ്റ്റ് വന്നില്ലേ, സ്ക്രീൻഷോട്ടും വിട്ടില്ലേ എന്നാണ്. അങ്ങനെ കേട്ടിട്ട് എന്തിനാ? സമയം പോകും. ഞാൻ ഇന്ന് എന്തോ മാറേണ്ടതുണ്ട് എന്ന ലെവലിൽ കേൾക്ക് എല്ലാ മീറ്റിങ്ങും. ഞാൻ ഇന്ത്യൻ ലീഡറോട് സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി എന്തോ തിരിച്ചറിഞ്ഞ് എൻ്റെ ലീഡർ എന്നോട് എന്തോ പറയുന്നുണ്ട്, അങ്ങനെ കേൾക്ക്. അങ്ങനെ കേട്ടത് നന്നാകും. കാരണം മുകളിലത്തെ ആൾക്ക് കാഴ്ച കൂടുന്നല്ലേ. നിങ്ങൾ അരിച്ചൊക്കെ നിങ്ങൾ ഫ്ലോറിൽ നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന കാഴ്ചയാണോ മുകളിലെ തട്ടിൽ നിൽക്കുന്ന ഒന്നാമത്തെ ടെറസിൽ നിൽക്കുന്ന വ്യക്തിയുടെ കാഴ്ച? അയാൾക്ക് കുറച്ചും കൂടെ വൈഡായിട്ട് കണ്ടൂടെ? മേലത്തെ ആൾക്ക് കാഴ്ച കൂടൂല്ലേ? ദാറ്റ് ഈസ് സപ്ലൈൻ. നമ്മൾ റോട്ടുമ്പോൾ നോക്കി ഞങ്ങൾ നോക്കാൻ പറ്റും. ചെറിയ ആൾട്ടോ കാറുകൾ സ്ഥലമില്ലാതെ നിൽക്കുന്ന സമയത്ത് വലിയ ബസ്സുകളും സാധനങ്ങളൊക്കെ പറന്ന് വേണം. കാരണം എന്താ? അവൻ ആ മേലത്തെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നാണ്ട് വലിയൊരു കാഴ്ച കിട്ടും, അവിടെ ഒരു സ്പേസ് ഉണ്ട് എന്ന്. അവൻ ആ സ്പീഡിൽ പോകും. അപ്പോൾ അപ്ലൈനെ അംഗീകരിക്കുക, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കുന്നത് എന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് GTSന് പോയാലും എനിക്കെന്തോ ഇവിടുന്ന് പകർത്താനുണ്ടായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതല്ല, ഇന്ന ദൈവം ഇങ്ങോട്ട് കൊടുന്നതാണ്, അങ്ങനെ ചിന്തിച്ച് കേൾക്ക്. ഇപ്പോൾ കേൾക്കുന്ന ക്ലാസ്സും അങ്ങനെ കേൾക്ക്, മാറാൻ വേണ്ടി കേൾക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ന് മാത്രമല്ല, നമ്മൾ നമ്മുടെ ഡെയിലി സെൽഫ് ടെസ്റ്റ് നടത്തണം. ഞാൻ ഇന്ന് എന്താ മാറിയത് എൻ്റെ ആ വലിയ ലോകത്തേക്ക്. അപ്പോൾ ആ ഒരു പ്രോസസ്സിങ്ങിനെ സ്നേഹിക്കുന്ന വ്യക്തിയെ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ലൈഫിലെ പ്രോസസ്സിനെ സ്നേഹിക്കുക. വലിയ സബ്ജക്റ്റാണ്, നമുക്ക് സംസാരിക്കാം. ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതൊരു യാത്ര. ഈ യാത്രയെ എൻജോയ് ചെയ്യണം. ഇതിൽ ടെൻഷൻ വരും, ദുഃഖം വരും, കുണ്ടിച്ചാടും, കുന്നു കയറും, മഴ വരും, വെയിൽ വരും. എൻജോയ് ഇറ്റ്, ഫീൽ ഹാപ്പി. എന്ന് മാത്രമേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, സ്വപ്നമുള്ള ആളുകൾ കൈവെക്കും എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും കൈവെക്കും, ഒരു സംശയമല്ല. വലിയ തീരുമാനമുള്ള ആൾക്കാർ കൈവെക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈവെക്കും, സംശയമല്ല. പക്ഷേ ഒറ്റ ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്, നീ എന്ത് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് റെഡി ഈ വലിയ വിജയത്തിന് വേണ്ടി? ഹിന്ദി ഡയലോഗിൽ ഷാറുഖ് ഖാനെ പോലെയുള്ള ആൾക്കാർ പറയുന്നു, ഒറ്റ വാക്കുണ്ട്, കുച്ച് പാനെ കെ ലിയെ കുച്ച് കോന പെടുത്താ ഹെ. എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ആട് കൊടുക്കണം. നീ എന്ത് കൊടുക്കാൻ റെഡിയുണ്ട്? അത് വലിയൊരു ക്വസ്റ്റ്യൻ അല്ലേ? നീ എന്താണ് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? നിൻ്റേതായിരിക്കുന്ന സന്തോഷങ്ങൾ, ആ ലാസിനെസ്, ഇങ്ങനെ തുടങ്ങി കംഫർട്ട് സോണ്, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ സമയം കൊന്ന ഒരുപാട് ദുഷ്പ്രവർത്തികൾ, ഇങ്ങനെ പല സാധനങ്ങളും, എൻ്റേതായിരിക്കുന്ന മൻമാനി ബാത്ത്, എനിക്ക് തോന്നിയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാനിതാ ഒരു പ്രൊഫഷണലായിട്ട് മാറുന്നു, ഞാൻ എന്നെ ഇതാ തിട്ടപ്പെടുത്തുന്നു, അതിനുവേണ്ടി സെറ്റാക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ഡെഡിക്കേറ്റ് ചെയ്യാൻ ഈ ബിസിനസ്സിനകത്തുണ്ട്? നിൻ്റെ സമയം ഡെഡിക്കേറ്റ് ചെയ്യുമോ? നീ നിൻ്റെ ഫാമിലി ആയിരിക്കുന്ന എൻജോയ്മെൻറ്റ് ഡെഡിക്കേറ്റ് ചെയ്യുമോ? അല്ല പറഞ്ഞ കല്യാണത്തിനും ചെമ്പളകിയാൽ അവിടെ പറന്നെത്തുന്ന സ്വഭാവമാണോ നിനക്കുള്ളത്? ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ ചോദ്യം നമ്മളോട് ചോദിക്കണം. അപ്പോൾ എന്ത് ഡെഡിക്കേറ്റ് ചെയ്യാൻ നിനക്ക് റെഡിയുണ്ട്, അതിനനുസരിച്ചുള്ള അവിടെ കിട്ടും. അത്രയേ ഉള്ളൂ. ഓർഡർ ചെയ്തതിൻ്റെ അപ്പുറത്ത് കിട്ടില്ല. നീ ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു പൊറോട്ട പറഞ്ഞാൽ 10 കൊണ്ടു തരാൻ നമ്മളുടെ എളാപ്പ നടത്തുന്ന ഹോട്ടലല്ലല്ലോ അത്. ആണ്ട് കൊടുത്തതിനനുസരിച്ചുള്ളല്ലേ വരുള്ളൂ. നമ്മൾ ഒരു കിലോ തക്കാളിക്കുള്ള കാശ് കൊടുത്താൽ ആ മുതലാളി എനിക്ക് 20 കിലോ തക്കാളി തരും, അങ്ങനെയുണ്ടോ? കൊടുത്ത കാശിനനുസരിച്ചുള്ളേ കിട്ടുള്ളൂ. സോ എന്ത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വലിയ ക്വസ്റ്റ്യനാണ്. ആ ഡെഡിക്കേഷൻ്റെ പവർ നിങ്ങൾ കണ്ടെത്തുക, അതിൻ്റെ സൈസ് ഗ്രാഫ്. അതുകൊണ്ടാണ് ഇപ്പോൾ ബിസിനസ്സിൻ്റെ ലോകത്ത് അങ്ങനെയല്ല, കുച്ച് പാനേക്കലിയെ കുച്ച് ബേജിനാ പെടുത്താ ഹെ, അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്. അതായത് എന്തെങ്കിലും ഒന്ന് കിട്ടണമെങ്കിൽ യു ഹാവ് ടു സെൽ സംതിങ്, എന്തെങ്കിലും ഒന്ന് വിൽക്ക്. ഈ ലോകത്ത് വിജയിച്ചു മുഴുവൻ അംബാനി, അദാനി, ടാറ്റ, ബിർള, ബിൽ ഗേറ്റ്സ്, ഏത് സുക്കർബർഗ്മാർ, ഏത് എലൻ മസ്കുമാർ, ഏത് ജെഫ് ബസോസുമാർ, വാട്ട് എവർ, ഹൂ എവർ, ആരാണെങ്കിലും ദേ ഹാവ് സെൽഡ് സംതിങ്, എന്തോ ചിലത്, സോൾഡ് സംതിങ്, എന്തേ വിറ്റിട്ടുണ്ട് അവർ. മേ ബി ദെയർ പ്രൊഡക്ട്സ് ഓർ ദെയർ സ്കിൽ ഓർ ദെയർ സർവീസ്, എന്തെങ്കിലും. മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ കലാവൈഭവം വിറ്റിട്ടുണ്ട്, അങ്ങനെയാ അദ്ദേഹം വിന്നറായത്. സെല്ലർ ഈസ് ദ വിന്നർ, വിറ്റവനാണ് വിജയി. TV കണ്ടവനല്ല ജയിച്ചത്, TV വിറ്റവരാണ് വിജയിച്ചത്.
ആ ടി വി വിറ്റ സാംസങ്, പനാസോണിക്, സോണി ഇവരല്ലേ വിജയിച്ചത്? ആ ടി വി കണ്ടിരുന്നത് നമ്മളെ സമയം പോയി. സോ മനസ്സിലാക്കുക, വാട്ട് യു ആർ റെഡി ടു സെൽ. വിൽക്കാൻ എന്ത് റെഡിയുണ്ട്, വിൽക്കാൻ ഇറങ്ങുക. സോ വെരി ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് നമ്മളുടെ എന്താ പറയുക, ജീവിതത്തിൽ ഒരു കാര്യം തിരിച്ചറിയുക, 99% ആൾക്കാരും വിജയിക്കാൻ വന്നവരല്ല. ഫൈനലായിട്ട് പറയുന്ന കുറച്ച് വരികൾ, 99% അല്ല, 1% ശരിക്കും തീരുമാനിക്കുന്നുള്ളൂ. നമ്മൾ ESBI എഴുതുന്ന സമയത്ത് എപ്പോഴും തിരിച്ചറിയുക, ഞാൻ എവിടെയെന്ന് ആദ്യം തീരുമാനിക്കണം. തൻ്റെ ടീമിൽ വന്നവരിൽ നിന്ന് അങ്ങത്തോരെ എവിടെയെന്ന് ആദ്യം തീരുമാനിക്കണം. ഇല്ലെങ്കിൽ സമയം പോകും. ആദ്യത്തെ പോയിന്റ്, ഞാൻ എവിടെയെന്ന് തീരുമാനിക്കണം. ഞാൻ ആ 1% പെട്ടിട്ടുണ്ടോ? 99% ആൾക്കാരും മിഡിൽ ക്ലാസ്സിന്, അതല്ലെങ്കിൽ ലോ ക്ലാസ്സുകൾക്ക് അങ്ങ് ആ മൈൻഡ് സെറ്റ്. ലോ ക്ലാസ്, മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ അപ്പം തന്നെ നമ്മൾ ആധാർ കാർഡിലേക്കും നിങ്ങളുടെ എന്താ പറയുക APL BPL കാർഡിലേക്ക് നോക്കല്ലേ, മൈൻഡ് സെറ്റിലേക്ക് പറയുന്നു ഞാൻ. ഒരു മനുഷ്യനെ തീരുമാനിക്കുന്നത് BPL കാർഡോ ജാതിയോ മതോ ഒന്നുമല്ല, അവൻ്റെ മൈൻഡ് സെറ്റ് തന്നെയാണ്. അതാണ് അവൻ്റെ ഡെസ്റ്റിനി. ഹിസ് ഡ്രീം ഈസ് ഹിസ് ഡെസ്റ്റിനി. ഡ്രീം ക്യാൻ ക്രിയേറ്റ് ഡെസ്റ്റിനി. അവൻ്റെ സ്വപ്നം, അവൻ്റെ ഡിറ്റർമിനേഷൻ, അതുതന്നെയാണ് ഡെസ്റ്റിനി. അല്ലാതെ ജനം പറയുന്നതല്ല ഡെസ്റ്റിനി. ഞാൻ എങ്ങനെയാണെന്ന് എൻ്റെ നാട്ടിൽ പറഞ്ഞതല്ല, ഞാൻ ഇന്നോട് പറഞ്ഞതാണ് ഞാൻ. ലൈക്ക് ദാറ്റ്. നിങ്ങൾ ശരിക്കും എപ്പോഴും ചിന്തിച്ച് നോക്കുക. 99% മിഡിൽ ക്ലാസ് മൈൻഡ് സെറ്റും എന്താണെന്നറിയോ? സാറേ ഞാൻ എന്ത് പണിയെടുത്തോളാം, ബിസിനസ്സിനോട് പറയരുത്. ഡ്രീം കാണാൻ പറയല്ലേ പ്ലീസ്. എന്നോട് ഡ്രീം കാണല്ലേ. നിങ്ങളൊരു സാധാരണക്കാരനോട് പറഞ്ഞു നോക്കി, മോനെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ പറയും, സാറേ 10 മണിക്കൂർ പണി നിങ്ങൾ 15 മണിക്കൂർ തന്നാലും കുഴപ്പമില്ല, സ്വപ്നം കാണാൻ പറയല്ലേ. നിങ്ങളത് തിരിച്ചറിയും. എന്നിട്ട് അതിന് പറ്റുന്ന ഡ്രീമറെ കൂടെ, ലീഡറെ കൂടെ വർക്ക് ചെയ്യും. സമയം പോകില്ല. സോ ആക്ച്വലി നമ്മളെപ്പോഴും മനസ്സിലാക്കുക, 80-20 പ്രിൻസിപ്പിൾ വർക്കൗട്ട് ചെയ്യും. നമ്മുടെ ടീമിനകത്ത് ഏതൊരു 20% ഉണ്ട്, അതേതാണെന്ന് കണ്ടെത്തും. ഇതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, എൻ്റെ ലീഡറുടെ 20% ഞാനുണ്ടോ എന്ന് ആദ്യം ഉറപ്പിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ 20% കണ്ടെത്തി വലിയ കാര്യം ഉണ്ടാവില്ല. എപ്പോഴും തിരിച്ചറിയേണ്ടത്, എൻ്റെ ലീഡറുടെ 20%-ൽ ഞാനുണ്ടോ അത് ഉറപ്പ് വരുത്തണമെങ്കിൽ ലീഡറോട് ചോദിച്ചാണ് ഇങ്ങനെ ചെക്ക് ചെയ്യലല്ല. അത് ലീഡറുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവും. ഉണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയണം. നമ്മൾ അതിനനുസരിച്ച് സെറ്റായി നിൽക്കണം. ഒരു കഥ പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിൽ എപ്പോഴും തിരിച്ചറിയാൻ നമ്മളെ കയ്യിലുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദൈവിക വിളക്കാണ്. പണ്ടൊരു ഗ്രാമത്തിൽ എല്ലാവരും ഇരുട്ടിലായിരുന്നു. ഞാൻ എൻ്റെ ടീമിനോട് എപ്പോഴും പറയുന്നൊരു കഥയാണ്. അപാര ഇരുട്ടാണ്. രാത്രിയായാൽ മണ്ണെണ്ണ വിളക്കും മെഴുകുതിരികളും പട്ടങ്ങളും മാത്രം കണ്ടു മറന്നൊരു ലോകം. നമുക്കറിയാൻ പറ്റും, നമ്മളെ ഹിന്ദിക്കാർ പറയുന്നൊരു വാക്കുണ്ട്. ഞാൻ വർക്കിനുമായിട്ട് മുംബൈയിൽ പോയ സമയത്ത് അവിടുത്തെ മുംബൈയിലെ എൻ്റെ ഫ്രണ്ട്സുകളും കുടുംബക്കാരും പറഞ്ഞു, ഇസ്മായിൽ ഭായ് ജറൂർ ഹമാരെ സാത്ത് ആനെ ഹം തോ കൽ കോ ഗാവ് ജാ രേ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഗ്രാമത്തിലേക്ക് പോകണം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കുറച്ച് അങ്ങേ പോയി നടക്കാനുള്ളത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വൈഫിനോടും ചോദിച്ചു. അങ്ങനെ ആ ലെവലിൽ ഞങ്ങളും പറഞ്ഞു ഇൻഷാ അല്ലാ ആജായെങ്കിൽ. ഞങ്ങൾ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടാണ്, നിങ്ങളിവിടെ നിന്നുള്ള ഞങ്ങൾ പോയി പോരും തന്നെ. അല്ലല്ല, ഞങ്ങൾ പോകുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് വരാം. അപ്പോൾ അത്ര നിർബന്ധം പറഞ്ഞപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ പോകുന്നതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച സമയത്ത്, നിങ്ങൾ നാളെ തന്നെ അങ്ങോട്ട് വരൂലേ, അല്ലെങ്കിൽ വൈകുന്നേരം കണ്ട് എത്തൂലേ, ഗാവ് ജാരേ വൈ. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ ഗാവ് എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലാണ്. അപ്പോൾ അവർ താമസിക്കുന്നത് ഉത്തർപ്രദേശിലാണ്, ഇപ്പോൾ സെറ്റിൽഡ് ആയിരിക്കുന്നത് മുംബൈയിലാണ്. അപ്പോൾ അവർ തൻ്റെ സിറ്റിയിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസത്തെ യാത്ര ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗ്രാമം. അപ്പോൾ ഞാൻ പറയുന്നത് സിറ്റിയും ഗ്രാമവും ഉള്ള കഥയാണ്. അപ്പോൾ ഗ്രാമത്തിനകത്ത് ഇരുട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യൻ പട്ടണത്തിലേക്ക് പോകുന്നത്, സിറ്റിയിലേക്ക് പോകുന്നത്. അവിടെ പോയ സമയത്ത് ഒരു എമർജൻസി ലൈറ്റ് കണ്ടു, ബാറ്ററി കൊണ്ട് കത്തുന്ന ലൈറ്റ്, ഭയങ്കര രസകരമായ ലൈറ്റ്. സ്വിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ബൾബത്ത് എന്ന് പറഞ്ഞ പോലെ ആ ലൈറ്റ് കത്തി. ഭയങ്കര കൗതുകം തോന്നി. ഇന്നേ വരെ മണ്ണെണ്ണ വിളക്ക് മാത്രം കണ്ട മനുഷ്യൻ, കാറ്റടിച്ചാൽ വിളക്ക് കെടും, ആ സ്ഥലത്ത് എത്ര കാറ്റടിച്ചാലും മഴയത്തും കത്തുന്ന എമർജൻസി ലൈറ്റ്. അവനത് വാങ്ങി ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ രാത്രിയായ സമയത്ത് ആ വീട്ടിന് മുറ്റത്ത് മാത്രം വലിയൊരു ലൈറ്റ്. ജനങ്ങൾ ഓടി വന്നു, പാറ്റകളെ പോലെ. ലൈറ്റ് കണ്ടാൽ പാഞ്ഞു വരുമല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൗതുകം. ജനം പറയാൻ തുടങ്ങി, മോനെ ഇവിടെ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്, അതിനുള്ളൊന്ന് കത്തും, അത് തൊട്ടാൽ ചൂടാവില്ല, കൈ പൊള്ളില്ല, അല്ലെ കാറ്റെത്ര അടിച്ചാലും അത് കെടില്ല, അതാരാ കത്തിച്ചെന്ന് അറിയില്ല, നല്ല അടിപൊളി വൈറ്റ് ലൈറ്റ് എവരിവെയർ, വാട്ട് എ വണ്ടർഫുൾ. ജനങ്ങൾ വരാൻ തുടങ്ങി. ഇവിടെ ആക്ച്വലി ഈ ജനങ്ങൾക്ക് ഇയാൾ ക്ലാസ് കൊടുത്തു, അടിപൊളി ലൈറ്റാണ്, നമ്മളെല്ലാവരും ഇനി ലൈറ്റ് കത്തിക്കണം, വീട്ടിൽ സെറ്റാണെന്ന് പറഞ്ഞ് ഇയാൾ ഘോരം പ്രസംഗിച്ചു. അവിടെ 2 തരം ചിന്താധാരകൾ ജന്മം കൊണ്ടു. ഒന്നാമത്തെ ചിന്താധാര, നമ്മളൊക്കെ ഒന്നാവാനല്ല ഇയാൾ ഈ ക്ലാസ് എടുക്കുന്നത്. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഈ ഗ്രാമത്തിലെ ആയിരക്കണക്കിന് ആൾക്കാർ പട്ടണത്തിലേക്ക് യാത്ര ചെയ്ത് വഴിദൂരങ്ങൾ താണ്ടി, അന്നൊക്കെ ഒരുപാട് യാത്ര ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. എല്ലാവരും ചിലപ്പോൾ ജീവിതം വരെ പകരപ്പെടുത്തിയായിരിക്കും ഗ്രാമത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള വഴിയോരങ്ങളിൽ കവർച്ച, കൊള്ളക്കാർ, വഴിയോര കള്ളന്മാർ, അതേപോലെ തന്നെ ഹിംസ്ര ജന്തുക്കളൊക്കെ ഉണ്ടാവാം. അങ്ങനെ ആ മലകളും കുന്നുകളൊക്കെ താണ്ടി പട്ടണത്തിലെത്തണം. ഒരോപ്ഷൻ, ഈ ആയിരക്കണക്കിന് ആൾക്കാർക്കും ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിൽ പോയിട്ട് വിളക്ക് വാങ്ങി വരാം, അതിന് പൈസ ഒക്കെ ഒപ്പിക്കണം കേട്ടോ, വേറെ കഥ. അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ കൊണ്ടുവന്നുകൊണ്ട് ലൈറ്റാണ്ട് പൊട്ടിച്ചാൽ മതി, എന്നാലും കറക്റ്റ് ആകുമല്ലോ. ഇതിലേത് നടത്തും നിങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ ഒരു പ്ലാൻ പറഞ്ഞാണ്. ഈ ആയിരക്കണക്കിന് ആൾക്കാർ ഗ്രാമത്തിൽ പോയിക്കാണ്ട് എല്ലാവരും കൂടി വിളക്ക് വാങ്ങി വരലാണോ നല്ലത്, അതല്ല ഈ വല്ലാതെ കഥ പറഞ്ഞുകൊണ്ട് വിളക്ക് പൊട്ടിക്കലാണോ നല്ലത്? ഇവിടെ നടന്നത് 2ാമത്തെ സീനാണ് മൈ ലൈഫ്. ഈ വിളക്കാണ് നിങ്ങളെ മൈ ലൈഫ്. എന്ത് ചെയ്തു?
ഓൻ്റെ വിളക്കാണ്ട് പൊട്ടിക്കുന്നു. അവന് ഈ പ്രശ്നമില്ലല്ലോ, എല്ലാവരെങ്കിലും വിളക്കില്ലെങ്കിൽ ഇരുട്ട് കറക്റ്റായല്ലോ. ഈ വിളക്കാണ് മൈഡിയസ് നിങ്ങളെ കൈക്കല്ലേ ഈ മൈ ലൈഫ്. ഇതുമായിട്ട് കടന്നു ചെല്ലുന്ന സമയത്ത് ജനം വിളക്ക് പൊട്ടിക്കാനേ നോക്കൂ, അത് പൊട്ടാതെ നോക്കേണ്ട ഉത്തരവാദിത്തം നമുക്കല്ലേ. ഈ ഗ്രൗണ്ട് 99% നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഈ ബിസിനസ്സിൽ തിരിച്ചറിയേണ്ട ഒരേ സത്യം, ഞാൻ കൊണ്ടു നടക്കുന്ന മിഷനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം തനിക്കുണ്ടെന്നാണ്. തൻ്റെ കയ്യിലെ ഈ വിളക്ക് കെടാതെ നോക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെതാണ്. ഞാൻ പോസിറ്റീവായി നിൽക്കേണ്ട ഉത്തരവാദിത്തം എൻ്റെതാണ്. അല്ലാതെ നമ്മൾ ചിന്തിക്കൽ എന്താണ്, ഈ ബിസിനസ്സിൻ്റെയൊക്കെ തന്ന സ്ഥിതിക്ക് ഇനി എല്ലാവരും വന്നോടും. അങ്ങനെ വരികയാണെങ്കിൽ ഈ ബിസിനസ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പ്ലാൻ പറയുമ്പോൾ തന്നെ ആൾക്കാർ ഫുള്ളും കെട്ട് വരികയാണെങ്കിൽ എന്താ ഇപ്പോൾ ഈ ബിസിനസ്സിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ. ഇന്ന് ജോയിൻ ചെയ്യുന്നു പറഞ്ഞ ആൾക്കാർ ഫുള്ള് ജോയിൻ ചെയ്തു, പ്രൊഡക്റ്റ് എടുത്തു, പർച്ചേസ് ചെയ്തു. പിറ്റേന്ന് ചെന്നു പ്രൊഡക്റ്റ് എടുത്തു, പർച്ചേസ് ചെയ്തു. നിങ്ങൾ പറയുമ്പോൾ പ്ലാൻ എടുക്കുക. അങ്ങനെയൊക്കെ ഞാനൊക്കെ നമ്മളൊരു ചാനൽ തുടങ്ങിയാൽ പോരെ, മലയാള മനോരമ, ഏഷ്യാനെറ്റ് ന്യൂസ് പോലെ ഒരു ചാനൽ കൊടുക്കുക. ഞാൻ അതിനാണ് സംസാരിക്കുക. ഓ മാന്യ മഹാജനങ്ങളെ, ഞാൻ കമ്പനി തുടങ്ങി, ജോയിൻ ചെയ്തോളൂ. സൗണ്ട് കേട്ട ആൾക്കാരൊക്കെ ഐഡിയ അയച്ചെന്നോളി. എന്ത് പരിപാടി കഴിഞ്ഞെന്നറിയോ, ഒറ്റ ദിവസം കൊണ്ട് ലോകം മുഴുവൻ ജോയിൻ ചെയ്ത്. അങ്ങനെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക ആദ്യം. ഇതിൻ്റേതായിരിക്കുന്നൊരു പണിയുണ്ട്. ജനം എതിർക്കുക തന്നെ ചെയ്യും. നോ പെയിൻ നോ ഗെയിൻ, ഇന്നമാൽ ഔസരി യുസ്ര. എടുക്കേണ്ട കഷ്ടപ്പാടുകൾക്ക് ശേഷം ജയം വരുള്ളൂ. വെയിറ്റ് ഫോർ ഇറ്റ്. ഇതാണ് ഇതിൻ്റെ ഗെയിം. അപ്പോൾ തിരിച്ചറിയേണ്ടത് ആ സാധനത്തെ തിരിച്ചറിയുക എന്ന് മാത്രമല്ല, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ബിസിനസ്സിൽ എല്ലാത്തിനും പരിഹാരം സിസ്റ്റമാണ്. ഫൈനലാകുന്ന 2 വരികൾ. എന്നിൽ സിസ്റ്റം ഉണ്ടോ അത് ഉറപ്പിക്കുക. 4 ബേസിക്സ് എന്നിലുണ്ടോ ഇല്ലയെന്ന് ഉറപ്പിക്കുക. ഇല്ലാതെ നിങ്ങൾ ഒരു കഥയും പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. നമ്മളെപ്പോഴും തിരിച്ചറിയണം, നമ്മളെപ്പോഴും നമ്മളിൽ 4 ബേസിക് എന്നിലുണ്ടോ, ലിസ്റ്റ് എനിക്ക് ഉണ്ടോ ഇല്ലേ, ആ ലിസ്റ്റിനെ ഞാൻ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലേ, ജനത്തെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ, ജനത്തെ ശരിക്കും ബിസിനസ്സിലേക്ക്, ഹാളിലേക്ക് എത്തിക്കുന്നുണ്ടോ, അവർക്ക് പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ടോ, അവർക്ക് പ്രോസ്പെക്റ്റിംഗ് നടത്തുന്നുണ്ടോ ഇല്ല, ഇതൊക്കെ ഉറപ്പിച്ചിട്ട് 5 ഫിംഗർ തന്നിലുണ്ടോ, തന്നിൽ പുസ്തക വായനയുണ്ടോ, പ്രോഗ്രാം ഞാൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ. അത് ചെയ്യേണ്ടത് ചെയ്താലല്ലേ ഈ ബിസിനസ് ആവുള്ളൂ. അല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ ഇന്ന് ഏകദേശം 400 ചില്ലാനും കമ്പനികൾ രജിസ്റ്റേർഡ് ലെവലിൽ നിൽക്കുന്നുണ്ട്. 2000-ഓളം കമ്പനികൾ ഫോറിനും മറ്റതും വന്നതും തട്ടുതറപ്പനുണ്ട്. ഞാൻ എൻ്റെ ആധാർ കാർഡ് 2000 കമ്പനിക്ക് അയച്ച് കാലം നീട്ടി എനിക്ക് ഇരുന്നൂടെ. ഏകദേശം എൻ്റെ ഫോണിലെ കോൺടാക്റ്റ് 12,000-ലധികം കോൺടാക്ട്സ് ഉണ്ട് ഇപ്പോൾ ഏകദേശം ഓൾ ഓവർ ഇന്ത്യയിൽ ബേസ് ചെയ്തുകൊണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം 12,000-ഓളം ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 140 ചില്ലാനും വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അഡ്മിനാണ്, മൈ ലൈഫിൻ്റെ അല്ലാതെ. ഞാൻ പറഞ്ഞ മാറ്റർ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആൾക്കാരെ മുഴുവൻ ഞാൻ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഒരു പരിപാടി ചെയ്താൽ പോരെ. എല്ലാ ഗ്രൂപ്പിൽ നിന്ന് ഓരോരുത്തരടുത്ത് കാണും ഇങ്ങനെ അവിടെയും ഇവിടെയും തുന്നി ചെയ്യിപ്പിച്ച് എനിക്ക് കാലം നീട്ടി ഫാനും നീട്ടിയിരുന്നൂടെ. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഈ ബിസിനസ്സിനകത്ത്. സാറേ അവനെ കൊണ്ടുവന്നു ഇവനെ കൊണ്ടുവന്നു. ചില ആൾക്കാരെ പ്രശ്നം, സാറേ ഞാൻ വിളിച്ചിട്ട് ആരും വരുന്നില്ല സാറേ, അതിനൊറ്റ മറുപടിയേ പറയുന്നുള്ളൂ, സാറേ നീ എന്തുകൊണ്ട് മീറ്റിങ്ങിന് വന്നില്ല. അപ്പോൾ GTSൻ്റെ സമയത്ത് നമ്മൾ കഴിഞ്ഞ അയാൾ പറയും, സാറേ ഞാൻ വിളിച്ചിട്ട് ആരും വന്നില്ല, അപ്പോൾ ഞാനും വന്നില്ല. അതിനൊറ്റ മറുപടിയേ ഉള്ളൂ, സാറേ ആദ്യം തിരിച്ചറിയാം, നീ വിളിച്ചിട്ട് ആരും വന്നില്ല എന്നുള്ളതല്ല ഫസ്റ്റ് പോയിന്റ്, നീ വിളിച്ചിട്ട് നീ എന്നെ വന്നില്ല, അതാണ് ആദ്യത്തെ പോയിന്റ്. അതായത് നീ പറഞ്ഞിട്ട് നീ എന്നെ കേൾക്കണില്ല, പിന്നെ എങ്ങനെയാണ് സാറേ നിങ്ങൾ പറഞ്ഞ ആരാൻ കേൾക്കൽ. ഈ ഒരു പോയിന്റ് തിരിച്ചറിഞ്ഞു എനിക്ക് ഏകദേശം പരിഹാരം കിട്ടുമല്ലോ. ആ സത്യത്തെ തിരിച്ചറിയും. നിന്നിൽ എന്തുണ്ട് അതേ നിനക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇസ്മായിലിൻ്റെ കൈക്കൽ 10 ആപ്പിൾ ഉണ്ടെങ്കിൽ 10 ആപ്പിൾ എനിക്ക് കൊടുക്കാം. എന്നെ സ്ക്രീനിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ എന്താ പറയുക, നാസർക്ക് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ലീഡർമാർ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാജി സാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഓൾ അതർ ലീഡേഴ്സ്. നമ്മുടെ എന്താ പറയുക, ബിന്ദു ജോസ് എന്ന പേരിൽ ഒരാളുണ്ട്, കുട്ടൻ സാറ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ മുരളീദാസ് സാറ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കൈക്കൽ 10 ആപ്പിൾ ഉണ്ടെങ്കിൽ 10 തരാം. 11ാമത്തെ ആപ്പിൾ ചോദിച്ചാൽ ഞാൻ എന്ത് കാട്ടും. ഇതേപോലെയാണ്, എന്നിലുള്ളതേ എനിക്ക് കൊടുക്കാൻ പറ്റൂ. നിങ്ങളെ കൈക്കൽ എത്ര അടാറ് ബിലീഫ് ഉണ്ട് അതങ്ങ് കൊടുക്കാം. നിങ്ങൾക്കല്ലേ എത്ര കണ്ട് ഈ ബിസിനസ്സിനെ കുറിച്ച് ഡ്രീം ഉണ്ട് അതങ്ങ് കൊടുക്കുക. ഇല്ലാത്തത് എങ്ങനെ കൊടുക്കല് മക്കളെ. അപ്പോൾ അത് സാധ്യമല്ല മൈ ഡിയർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സിസ്റ്റം തന്നിലുണ്ടോ എന്ന് ഉറപ്പിക്കുക. ഫൈനൽ പരിഹാരം പറഞ്ഞ് നിർത്തുന്നു. നിങ്ങൾ ആദ്യം തിരിച്ചാൽ ലീഡറെ കൈ പിടിക്കുക. ലീഡറെ കൈ പിടിക്കുക. കാരണം എന്താ പറയുക, ഈ സാധനം ഫുൾ ആ ലീഡറേക്ക് ഉണ്ടാവും. അതേ സമയത്ത് നിങ്ങൾ പറയരുത്, സാറേ ലീഡറിനെ ഇട്ടെറിഞ്ഞു. ഒറ്റ ആൻസർ, ഹീ ഈസ് നോട്ട് എ ലീഡർ. നമ്മൾ ചില ആൾക്കാർ പറയും, സാറേ ലീഡർമാർ ഇന്നെ ഇട്ടെറിഞ്ഞു. ഞാൻ പറയും, ലീഡർ അല്ല സാറേ, അത് നിങ്ങളുടെ ലൈൻ ഓഫ് സ്പോൺസർഷിപ്പിലെ ഒരു വ്യക്തി മാത്രമാണ്. നിങ്ങൾ പറയില്ലേ ലീഡറാണ്, ആരാ പറഞ്ഞ ലീഡറാണെന്ന്. ലീഡർ ഇട്ടെറിയൂല സാറേ. സാറേ ഇന്ന ലീഡറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സാറേ നിനക്ക് തെറ്റി സാറേ, അത് നിൻ്റെ ലീഡറല്ല സാറേ. നമ്മളെ പ്രശ്നം എന്താ അറിയാം, മേലെ കണ്ടോ മുഴുവൻ ലീഡറാണ്. അങ്ങനെയല്ല സാറേ. ഹീ ഈസ് എ സിംഗിൾ ഇൻഡിവിജ്വൽ, എ പേഴ്സൺ, എ മിയർ പേഴ്സൺ ഇൻ ലൈൻ ഓഫ് സ്പോൺസർഷിപ്പ്. അത്രയേ ഉള്ളൂ. ദ റിയൽ ലീഡർ വിൽ നോട്ട് കിറ്റ് യു. നിന്നെ ഒഴിവാക്കില്ല. ആ സത്യത്തെ തിരിച്ചറിയാം. സോ ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ബിസിനസ്സിൻ്റെ അവസാനം വരെ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ച് നിൽക്കുക. ഫോളോ യുവർ ഡ്രീംസ്. ഫൈനൽ വേർഡ്സ് ആയിട്ട് ഞാൻ പറയുന്ന ഒറ്റ സാധനം അതാണ്, നിങ്ങൾ നിങ്ങളെ സ്വപ്നത്തെ ഫോളോ ചെയ്യും. സ്വപ്നത്തെ ഫോളോ ചെയ്യും. നിങ്ങൾ ഒരാളെ ഇമ്പ്രസ് ചെയ്യാൻ പോവല്ല, തെളിയിക്കാൻ പോവല്ല, അയൽവാസിക്ക് മറുപടി കൊടുക്കാൻ പോകല്ല, കുടുംബക്കാരന് ചുട്ട മറുപടി കൊടുക്കാൻ പോകല്ലേ. നിങ്ങൾ നിങ്ങളെ സ്വപ്നത്തിൻ്റെ വേക്ക് പോ.
ബാക്കിയെല്ലാം ദൈവം തരുന്നുണ്ടാകും. അതുകൊണ്ട് ജീവിതത്തിൽ വലിയ വിജയങ്ങളുള്ള ബിസിനസ്സാണ് നിങ്ങളെ കൈക്കലുള്ളത്. കെടാവിളക്ക് പോലെ നിങ്ങൾ അതിനെ കാത്തു സൂക്ഷിക്കുക. വലിയ വലിയ വിജയം നിങ്ങൾക്ക് വരാനുണ്ട്. വിഷിംഗ് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഓവർ ടു യു മിസ്റ്റർ സാജിദ് ആൻഡ് ഗോഡ് ഡയമണ്ട്. താങ്ക് യു. ഓക്കെ, വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്, വണ്ടർഫുൾ നിർദ്ദേശങ്ങളാണ് നമ്മളെ ഇസ്മായിൽ സാറെ നമുക്ക് തന്നിട്ടുള്ളത്. ഏതായാലും അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളെ ഒരു വിജയത്തിന്റെ അവസാന നെല്ലിപ്പടി വരെ നമ്മൾ ശ്രമിച്ചുകൊണ്ട്, കാരണം നമ്മളുടെ വിജയം കരസ്ഥമാക്കാൻ തന്നെ എല്ലാവരും ശ്രമിക്കണം. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ സാർ, സാർ അനുമതിയോടുകൂടി നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ലവ് യു ഓൾ.